ഓം ശാന്തി. ദിവസേന നമ്മൾ അവ്യക്ത മുരളികൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഓരോ ദിവസവും നിങ്ങൾക്ക് പുതിയ പുതിയ പോയിന്റുകൾ അല്ലെങ്കിൽ നമ്മുടെ സ്ഥിതിയെ മെച്ചപ്പെടുത്താനുള്ള ധാരാളം അവ്യക്ത മുരളി പോയിന്റുകളാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഓരോ മുരളിയും വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസത്തെ ഒരു ഹോംവർക്കായിട്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ അതിലൂടെ നമുക്ക് സെൽഫ് ചെക്കിങ്ങും സാധിക്കും. അതിലൂടെ നമുക്ക് പുരുഷാർത്ഥത്തിനുള്ള അഭ്യാസവും നമുക്ക് ലഭിക്കും. എന്നിട്ട് അന്നന്നാളെ ദിവസം രാത്രി നമ്മൾ എന്താണോ അഭ്യസിച്ചത് അത് ചാർട്ട് എഴുതുകയാണെങ്കിലും നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ ജനുവരി 18 എന്ന ദിവസത്തെ മുരളിയുടെ സാരം ഇതാണ്: സദാ സമർത്ഥ രഹനേക്ക് സഹജ് വിധി, ശുഭചിന്തൻ കരോ ഓർ ശുഭചിന്തക് ബനോ. സദാ സമർത്ഥനായിരിക്കുന്നതിൻ്റെ സഹജവിധിയാണ്, സമർത്ഥമായിരിക്കുന്നതിൻ്റെ സഹജവിധിയാണ് ശുഭചിന്തനം ചെയ്യൂ, ശുഭചിന്തകരായി മാറും. സദാ സമർത്ഥൻ, സദാ ശക്തിശാലിയായിട്ടിരിക്കാനുള്ള സഹജവിധി, അല്ലെ, വ്യർത്ഥം വരാതിരിക്കാനുള്ള സഹജവിധിയാണ് ഇത്. അവനവനെ പ്രതി ശുഭചിന്തനം വയ്ക്കുക, മറ്റുള്ളവരെ പ്രതി ശുഭചിന്തകരായി മാറുക. ബാബയുടെ ഈ അവ്യക്തവാണിയുടെ ഡേറ്റ് 18/1/1996 ആജ് സ്നേഹസമ്പന്ന സ്മൃതി ദിവസ് ഹേ. ബാബ പറയണ ഇന്ന് വളരെ സ്നേഹസമ്പന്നമായ സ്മൃതി ദിനമാണ്, അല്ലേ? ബ്രഹ്മാ ബാബയുടെ സ്മൃതി ദിനമാണ്. चारों ओर के बच्चों के स्नेह का दिल का आवाज़ बाप दादा के पास पहुंच गया है. നാനാ വശത്തുമുള്ള കുട്ടികളുടെ സ്നേഹത്തിൻ്റെ സ്വരം അല്ലെങ്കിൽ ഹൃദയത്തിൽ നിന്നുമുള്ള സ്വരം ബാബ് ദാദയുടെ പക്കലേക്ക് എത്തിച്ചേർന്നു. അത് ബാബ എപ്പോഴും പറയാറില്ല. അന്നത്തെ ദിവസം രാവിലെ അമൃതവേള മുതൽക്ക് 2 മണി മുതൽക്ക് ബാബയുടെ അടുത്തേക്ക് കുട്ടികളുടെ സ്നേഹസ്മരണകളുടെ മാലകൾ വരാറുണ്ടെന്ന് പറയും. യഹ സ്നേഹ സുഖ് സ്വരൂപ് സ്നേഹ ഹേ. ഈ സ്നേഹം വെറും സ്നേഹമല്ല, ഈ സ്നേഹത്തിൽ സുഖവും അടങ്ങിയിട്ടുണ്ട്. സുഖസ്വരൂപമായ സ്നേഹമാണ്. ബാബ് ദാദ इस दिवस को स्मृति दिवस के साथ സമർത്ഥി ദിവസ് कहते हैं. ബാബ എപ്പോഴും സ്മൃതി സമർത്ഥി ദിനം എന്നാണ് പറയുക. സ്മൃതിയിലൂടെ നമ്മളിലേക്ക് സമർത്ഥത കൈവരിക്കാൻ സാധിക്കും. क्योंकि ब्रह्मा बाप ने अपने साकार स्वरूप में सर्व कार्य करने की समर्थियाँ अर्थात शक्तियाँ साकार रूप में बच्चों को अर्पण किया. എന്തുകൊണ്ട് അതിനെ സ്മൃതി സമർത്ഥി പറയുന്നത്? എന്തുകൊണ്ടെന്നാൽ ബ്രഹ്മാ ബാബ തൻ്റെ സാകാര സ്വരൂപത്തിൽ, അല്ലെ, ബ്രഹ്മബാബ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ശക്തികൾ സാകാര രൂപത്തിൽ കുട്ടികളിൽ സമർപ്പണം ചെയ്തു. അത് നമ്മൾ ഉദാഹരണമായിട്ട് നമ്മുടെ പ്രകാശ്മണി ദാദിയുടെ അനുഭവം നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലേ? ബാബ അദ്ദേഹം ശരീരം ഉപേക്ഷിക്കാൻ പോകുന്ന ആ സമയത്ത് ദാദിയുടെ അടുത്ത് കൈ കൊടുത്തിട്ട് ഫുൾ ശക്തി ദാദിയുടെ കയ്യിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ദാദി എന്നൊരാൾ മാത്രമല്ലല്ലോ, ദാദി എന്ന് പറയുമ്പോൾ ഒരു യജ്ഞമാണ്. അപ്പോൾ യജ്ഞത്തിലേക്ക് മുഴുവനും എന്തായി? ബാബ തൻ്റെ സർവ്വശക്തികളും വിൽ ചെയ്തു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ജനുവരി 18 എന്നുള്ള ദിവസത്തിലാണ് ബാബ ഇത് ചെയ്തത്. അപ്പം അതുകൊണ്ടാണ് ഇതിനെ സ്മൃതി സമർത്ഥി ദിവസ് എന്ന് പറയുന്നത്. സമർത്ഥികളെ അർത്ഥം ശക്തികൾ കുട്ടികളിൽ അർപ്പണം ചെയ്ത് കുട്ടികൾക്ക് വില്ലായിട്ട് കൊടുത്ത ദിവസം. इस दिवस को सन शोज फादर के वरदान का दिन कहा जाता है. ഈ ദിവസത്തിൻ്റെ അടുത്തൊരു പ്രത്യേകത പറയാണ് ബാബ. ഈ ദിവസത്തെ സൺ ഷോസ് ഫാദറിൻ്റെ വരദാനത്തിൻ്റെ ദിവസം. മകനിലൂടെ അച്ഛൻ്റെ പ്രത്യക്ഷത, കുട്ടിയിലൂടെ പിതാവിൻ്റെ പ്രത്യക്ഷത, അല്ലേ? നമ്മൾ കുട്ടികളിലൂടെയാണ് ഇനി അച്ഛനെ നമുക്ക് പ്രത്യക്ഷമാക്കേണ്ടത്. ബാബ ഇത്രയും ചെയ്തു വെച്ചിട്ട് പോയി. എല്ലാ തരത്തിലുള്ള എന്താ പറയുക വർക്കുകളും ഇപ്പം നമ്മൾ പറയില്ലേ ആധാരം, അതെല്ലാം ചെയ്തു വെച്ചിട്ട് ബാബ പോയി. ഇനി ബാക്കി എല്ലാ പണികളും നമ്മളാണ് ചെയ്തു തീർക്കേണ്ടത്. അപ്പം നമ്മളിലൂടെ വേണം ഇനി ബാബയെ നമുക്ക് ലോകത്തിൽ പ്രത്യക്ഷപ്പെടുത്താനായിട്ട്. സാകാർ രൂപ് മേ ബച്ചോं को आगे किया और फरिश्ता रूप में अपने बच्चों की और विश्व की सेवा ആരംഭിക്കുക. ബ്രഹ്മബാബ സാകാരത്തിൽ ജീവിച്ചിരുന്ന സമയത്ത് കുട്ടികളുടെ സേവനം ആരംഭിച്ചു. കുട്ടികളുടെ സേവനമാണ് ബാബ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ബാബ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്, പക്ഷേ രൂപം മാറിയെന്ന് മാത്രം. സാകാര രൂപത്തിൽ നിന്നും ഫരിഷ്ത രൂപത്തിലേക്ക് ബാബ ഇപ്പോൾ വന്നിരിക്കുകയാണ്. അപ്പം തൻ്റെ അവ്യക്ത ഫരിഷ്ത സ്വരൂപത്തിൽ മക്കളുടെയും വിശ്വത്തിലുള്ള സർവ്വ ആത്മാക്കളുടെയും സേവനം ഇപ്പോഴും ബാബ സഖാശിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
മനസ്സിലായില്ലേ? സാകാര രൂപത്തിൽ എല്ലാത്തിനും പരിധിയുണ്ട്. സമയത്തിൻ്റെ പരിധിയുണ്ട്, ശരീരത്തിൻ്റെ പരിധിയുണ്ട്. കാരണം ബാബയ്ക്ക് ഒരുപാട് ശാരീരിക അസ്വസ്ഥതകളും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവ്യക്തമായതിന് ശേഷം ബാബയ്ക്ക് പരിധികളൊന്നുമില്ല. ഏത് സമയത്ത് വേണമെങ്കിലും കുട്ടികളെ എമർജ് ചെയ്ത് ബാബയ്ക്ക് ശക്തി നൽകാം. അതുകൊണ്ട് ഈ ജനുവരി 18 എന്ന ദിവസം ബ്രഹ്മാ ബാബയുടെ സമ്പൂർണ്ണ നഷ്ടോ മോഹ സ്മൃതി സ്വരൂപ ദിവസമാണ്. എന്തുകൊണ്ടെന്നാൽ കുട്ടികൾക്ക് എല്ലാവർക്കും ഇത്ര ഇഷ്ടമായിരുന്നു ബാബേനെ. ബാബയ്ക്കും മക്കളെല്ലാവരും ഇഷ്ടം തന്നെയാണ്. പക്ഷെ ബാബയ്ക്ക് അന്തിമ സമയത്ത് ഈ ദേഹത്തിൽ നിന്നും വിട പറയുമ്പോൾ നഷ്ടോമോഹ, ബാബ ഇപ്പോഴും പറയില്ല നഷ്ടോമോഹ സ്മൃതി സ്വരൂപത്തിൻ്റെ ഒരു സെക്കൻഡിൻ്റെ ടെസ്റ്റ് പേപ്പറാണ് നമുക്ക് വരിക എന്ന്. പക്ഷെ ബാബ ആ പേപ്പറിൽ ജയിച്ചു. ബാബ അന്നത്തെ ദിവസം സമ്പൂർണ്ണ നഷ്ടോമോഹയായിട്ടായിരുന്നു പോയിരുന്നത്. ഇത്രയും വലിയ യജ്ഞമുണ്ടെന്നോ ഇത്രയും സ്നേഹിച്ചിരുന്ന കുട്ടികളുണ്ടെന്നോ ഇതൊന്നും ബാബയുടെ സ്മൃതിയിലേക്ക് വന്നില്ല. ജैसे गीता के 18 अध्याय का सार है, भगवान ने अर्जुन को नष्टो मोह സ്മൃതി സ്വരൂപ് ബനായ. ഗീതയുടെ 18-ാം അധ്യായം, അതായത് അവസാനത്തെ അധ്യായത്തിലും ഭഗവാൻ അർജുനനോട് പറഞ്ഞതും ഇത് തന്നെയാണ്. എത്രത്തോളം നഷ്ടോ മോഹ ആയിട്ട് മാറി. അപ്പോൾ ഗീതയുടെ അവസാനത്തെ അധ്യായവും ഇതിനെക്കുറിച്ച് തന്നെയാണ്. तो ये 18 का यादगार है कि ब्रह्मा बाप कितने ही बच्चों के प्रति अति स्नेह रहे, जो बच्चे अनुभवी है कि सदा सेवा के निमित्त बच्चों को कितना याद करते. अनुभव है ना. എന്നിട്ട് ബാബ ചോദിക്കുകയാണ്, നിങ്ങൾക്കറിയാമല്ലോ ബ്രഹ്മാ ബാബയെക്കുറിച്ച്. ബ്രഹ്മാ ബാബ കുട്ടികളോട് എത്ര സ്നേഹിയായിരുന്നു, എത്ര സ്നേഹമായിരുന്നു ബാബയ്ക്ക് കുട്ടികളെ പ്രതി ഉണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ സേവനം കിട്ടുമ്പോഴേക്കും കുട്ടികളെയാണ് ബാബ നിമിത്താക്കുന്നത്. സ്വയം താനൊരു ബാബ ബാക്ക് ബോണായിട്ട് നിന്നിട്ടുണ്ടാവും, പക്ഷെ കുട്ടികളെ നിമിത്താക്കി മാറ്റി. കുട്ടികളെ നിമിത്താക്കി മാറ്റിയിട്ട് കുട്ടികളെ കൊണ്ട് ബാബ ചെയ്യിച്ചു. മുന്നിൽ വെച്ചിരിക്കുന്നത് കുട്ടികളെയാണ്. എല്ലാവർക്കും അനുഭവമില്ലേ എന്ന് ചോദിക്കുക ബാബ. അനുഭവിയല്ലേ എല്ലാവരും? മോഹനഹി രഹ ലേക്കിൻ ദിൽ കാ പ്യാർ രഹ. ബാബയ്ക്ക് കുട്ടികളോട് മോഹമല്ല ഉണ്ടായിരുന്നത്, പക്ഷേ ഹൃദയത്തിൽ നിന്നുമുള്ള സ്നേഹമായിരുന്നു ബാബയ്ക്ക് ഉണ്ടായിരുന്നത്. ഹൃദയത്തിൽ നിന്നുമുള്ള സ്നേഹം കുട്ടികളെ പ്രതി. क्योंकि मोह उसको कहा जाता जिसमें अपना स्वार्थ हो. മോഹത്തിൽ സ്വാർത്ഥത കലർന്നിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ അച്ഛനും അമ്മയും മക്കളുടെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ അമ്മയ്ക്ക് കുട്ടികളോട് മോഹമാണ്. ആ മോഹത്തിൽ സ്വാർത്ഥത അടങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഞാനിപ്പോൾ കുട്ടികൾക്ക് വേണ്ടി ഇത്രയും ചെയ്തു കൊടുത്താൽ കുട്ടി എനിക്ക് വേണ്ടി തിരിച്ചെല്ലാം ചെയ്തു തരും, അന്തിമകാലം വരെ എന്നെ സംരക്ഷിക്കും, അല്ലേ, എൻ്റെ എല്ലാ തരത്തിലുള്ള ആഗ്രഹങ്ങളും പൂർത്തിയാക്കും എന്നുള്ള ഒരു മോഹമാണ്. അപ്പോൾ മോഹം അശുദ്ധമാണ്, പക്ഷെ സ്നേഹം ശുദ്ധമാണ്. അപ്പോൾ ബാബ പറയാണ്, സ്വാർത്ഥത കലരുന്നതിനെയാണ് സ്വാർത്ഥ താല്പര്യങ്ങൾ അല്ലെങ്കിൽ സ്വാർത്ഥ കാമനകൾ കലരുന്നതിനെയാണ് മോഹം എന്ന് പറയാം. तो ब्रह्मा बाप का अपना स्वार्थ नहीं रहा. പക്ഷെ ബ്രഹ്മാ ബാബയ്ക്ക് എന്തുണ്ടായിരുന്നില്ല? സ്വാർത്ഥത ഉണ്ടായിരുന്നില്ല. അല്ല, ബ്രഹ്മാ ബാബ മക്കൾക്ക് വേണ്ടി എല്ലാം ത്യാഗം ചെയ്തു. സങ്കല്പം, സമയം, ശ്വാസം, അല്ലേ, സർവസ്വവും ബാബ, ശരീര, മനസ്സ്, ധനം പറഞ്ഞ പോലെ എല്ലാം സമർപ്പണം ചെയ്തു. ബ്രഹ്മാ ബാബയുടെ ദേഹത്തിലേക്ക് ശിവബാബ പ്രവേശിച്ച ആ അടുത്ത സെക്കൻഡ് തന്നെ ബാബ തൻ്റെ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച്, 8 അമ്മമാരുടെ ട്രസ്റ്റ് രൂപീകരിച്ച് തൻ്റെ സർവസ്വവും സമർപ്പണം ചെയ്തു മക്കൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ സ്വാർത്ഥത ഉണ്ടായിരുന്നില്ല. എനിക്കിതെല്ലാം തിരിച്ച് കിട്ടും, എന്തെങ്കിലുമൊക്കെ ഇവരെന്നെ സഹായിക്കും, അല്ലേ, ഇന്ന് സ്വാർത്ഥത ഉണ്ടായിരുന്നില്ല. ലേക്കിൻ ബച്ചോമേ സേവാ അർത്ഥ അതിസ്നേഹരഹ. സേവാർത്ഥം കുട്ടികളോട് അതിസ്നേഹമായിരുന്നു ബ്രഹ്മാ ബാബയ്ക്ക്. फिर भी साथ रहते, बच्चों को सामने देखते भी कोई देह के रूप में याद सताई नहीं. അല്ലേ, നിങ്ങളെല്ലാവരും മറ്റേ ഒരു മാസം കൊണ്ട് രാത്രി ക്ലാസ് കേൾക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ രാത്രി ക്ലാസ്സിൽ ബാബ ഓരോ ദിവസം ഓരോരുത്തരുടെ അനുഭവമാണല്ലോ വായിച്ചിരുന്നത്. അപ്പോൾ രാത്രി ക്ലാസ്സിൽ വിശ്വകിഷോർ ഭാവുവിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഭാവുവിനോട് ബാബയ്ക്ക് ഇത്രയും സ്നേഹമായിരുന്നു, അല്ലേ, പണ്ട് മുതൽക്കുള്ള സ്നേഹമാണ്. പക്ഷെ അദ്ദേഹം ബാബു ശരീരം വിട്ടപ്പോൾ ബാബയ്ക്ക് ശരീരം പോലും കാണണ്ട എന്ന് പറഞ്ഞു, അല്ലേ. അതാണ്, അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നില്ല. ബാബ ഇതാണ് പറയുന്നത്, കുട്ടികളെ മുന്നിൽ കണ്ടിട്ടും കുട്ടികളുടെ ദേഹത്തിൻ്റെ സ്മൃതി ഒരിക്കലും ബാബയെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. എനിക്ക് ഇന്ന കുട്ടിയെ കാണണം എന്നുള്ള ഒരു സ്മൃതി, ദൈഹിക സ്മൃതി പറയുമ്പോൾ ഓർമ്മ നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുമല്ലോ. അവരെ കാണാൻ തോന്നുക, അല്ലെങ്കിൽ അവരുടെ കൂടെ ഇരിക്കാൻ തോന്നുക, ഒക്കെയാണല്ലോ മോഹം എന്ന് പറയണത്. അപ്പോൾ അതൊന്നും ബാബയ്ക്ക് ഒരു കുട്ടികളെ പ്രതിയും കുട്ടികളുടെ ദേഹത്തിൻ്റെ സ്മൃതി ബാബയെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്ന് പറയാണ്. ഏകദം ന്യാര ഓർ പ്യാരാ രഹ. ബാബ തീർത്തും വേറിട്ടതും സ്നേഹിയുമായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത് നഷ്ടോ മോഹ
സ്മൃതി സ്വരൂപ. അപ്പോൾ ആ ഒരു വിഷയത്തിൽ ബാബ പാസ്സായിട്ടുണ്ട്. തോ കൊയ് മേരാപ്പൻ നഹി രഹ. ബാബയ്ക്ക് എൻ്റേത് എന്നുള്ള ഒന്നിനോടും മോഹം ഉണ്ടായിരുന്നില്ല, എൻ്റേത് എന്ന്. ദേഹബാൻ സേ ബി നഷ്ടോ മോഹം. അവനവൻ്റെ ദൈഹിക ഭാരത്തിൽ നിന്ന് പോലും ഉപരിയായിരുന്നു, ദേഹഭാരത്തിൽ നിന്ന് പോലും നഷ്ടോ മോഹ. तो ये दिवस ऐसे ഫോളോ ഫാദർ കാ പാഠ് പഠാനെ കാ ദിവസ് രഹ. അപ്പം അങ്ങനെ ഫോളോ ഫാദറിൻ്റെ പാഠം പഠിപ്പിക്കുന്നതിൻ്റെ ദിവസമാണ് ഇന്നത്തെ ദിവസം. അതായത് ബ്രഹ്മബാബ തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്ത് കാണിച്ചോ, എന്തൊക്കെ പകർത്തിയോ, ആ പകർത്തിയത് നമുക്കും പിന്തുടരാനുള്ള, അതുകൊണ്ടല്ലേ പറയാറ് ഫോളോ ഫാദർ. അപ്പോൾ അതിനുള്ള ദിവസമാണ് ഇന്നത്തെ ദിവസം. അതിൻ്റെ അർത്ഥം ഇന്നത്തെ ദിവസം മാത്രമെന്നല്ല, നമ്മൾ ആരംഭിക്കുക അല്ലേ ബാബയെ പോലെ ആവാൻ. तो ये अव्यक्त दिवस दुनिया की अनजान आत्माओं को परमात्म की प्यार की तरफ जगाने का रहा. ഇപ്പോൾ ബാബ ആദ്യം പറഞ്ഞത് ബ്രഹ്മബാബയ്ക്ക് കുട്ടികളോട് ശുദ്ധമായ സ്നേഹമായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ. ബാബ എല്ലാത്തിലും കുട്ടികളെയാണ് മുന്നിൽ വെച്ചത്, കുട്ടികൾക്കാണ് പവർ വില്ല് ചെയ്തത്. അപ്പോൾ കുട്ടികളും ബാബ് സമാനാവണമെന്ന് പറഞ്ഞു, ബാബയെ അനുകരിക്കണം എന്ന് പറഞ്ഞു. ഇനി അടുത്ത പോയിന്റ് പറയുന്നത്, ഇന്നത്തെ ദിവസം, ഈ അവ്യക്ത ദിവസം ലോകത്തിലെ അജ്ഞരായ ആത്മാക്കൾ, അജ്ഞാനികളായ ആത്മാക്കൾ, അജ്ഞാനികളായിട്ടുള്ള ആത്മാക്കൾക്ക് പരമാത്മാ കാര്യത്തിലേക്ക് അല്ലേ അവരെ കൊണ്ടുവരുന്ന ദിവസമാണ്. പരമാത്മാവിൻ്റെ പ്രത്യക്ഷത ലോകത്തിലുള്ള അജ്ഞരായ ആത്മാക്കളിലേക്ക് കൊണ്ടുവരേണ്ട ദിവസമാണ്. क्योंकि मेजॉरिटी लोग ब्रह्मा बाप को देखकर यही सोचते या समझते कि इनों का परमात्मा ब्रह्मा है. ലോകത്തിൽ അജ്ഞാനികളായിട്ടുള്ളവർ നമ്മുടെ ബ്രഹ്മബാബയുടെ ഫോട്ടോ കാണുമ്പോൾ എല്ലാവരും എന്താ വിചാരിക്കുക, ഹോ ഇവരുടെ ദൈവം ഈ ബ്രഹ്മാവാണ്, ഇവരുടെ ഗുരു ഈ ബ്രഹ്മാവാന്ന് വിചാരിക്കും. ഈ ബ്രഹ്മകുമാരിയ ബ്രഹ്മാക്കോ ഹി ഭഗവാൻ മാനത്തെ ഹെ. പെട്ടെന്ന് നമ്മളെക്കുറിച്ച് അങ്ങനെ അറിയാത്തവരെന്താ ചിന്തിക്കുക, ബ്രഹ്മകുമാരിമാർ ഈ ബ്രഹ്മാവിനെ തന്നെയാണല്ലോ ഭഗവാനായിട്ട് കാണുന്നത്, ഇതാണ് ഇവരുടെ ദൈവമായിട്ട് ഇവർ. കാരണം എല്ലാ പ്രസ്ഥാനത്തിലും ഏതെങ്കിലും ഒരു ആൾരൂപം ഉണ്ടാവും. അപ്പം നമ്മുടെ ഇതിൽ കാണുന്നത് ബ്രഹ്മബാബ ആയതുകൊണ്ട് അല്ലേ ബ്രഹ്മബാബയെ തന്നെ അവർ ദൈവമായിട്ട് അംഗീകരിക്കുക, കാണുകയാണ് അവർ. तो और ब्रह्मा ने साकार में पार्ट परिवर्तन किया तो क्या सोचने लगे कि अभी तो ब्रह्मा कुमारियों का भगवान चला गया. ബ്രഹ്മബാബ അവ്യക്തമായി അല്ലെങ്കിൽ ദേഹം ത്യാഗം ചെയ്തു എന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ അവരുടെ വിചാരം എന്താ, ഇവരുടെ ഭഗവാൻ പോയി, ഇനിയിപ്പോൾ അവർക്ക് ഭഗവാനില്ല, ഇവരുടെ ഭഗവാൻ മരിച്ചുപോയി എന്നവർ വിചാരിക്കും. और ये ब्रह्मकुमारियों का कार्य आज नहीं तो कल समाप्त हो जाएगा. മറ്റ് പ്രസ്ഥാനത്തെ പോലെ ഈ നമ്മുടെ ബ്രഹ്മകുമാരീസ് എന്ന പ്രസ്ഥാനവും ഇന്നല്ലെങ്കിൽ നാളെ ഇതിൻ്റെയൊക്കെ പണി തീരും. അത് അധികകാലമൊന്നും നിൽക്കില്ല, കാരണം ഇവരുടെ ഗുരു അല്ലെങ്കിൽ ദൈവം മരിച്ചുപോയല്ലോ എന്നാണ് എല്ലാവരുടെയും വിചാരം. ലേക്കിൻ ആപ് ജാനത്തെ കി ഇനോं का करावनहार ब्रह्मा द्वारा भी परमात्मा था. പക്ഷെ നമുക്കറിയാമായിരുന്നു, നമുക്കറിയും ബ്രഹ്മബാബയിലൂടെയും ചെയ്യിച്ചുകൊണ്ടിരുന്നത്, ഓരോ കാര്യങ്ങൾ ചെയ്യിച്ചുകൊണ്ടിരുന്നത് ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവരും ബ്രഹ്മാവിലൂടെയും ആര് തന്നെയായിരുന്നു, പരമാത്മാവാണെന്നുള്ളത് ആ ഒരു സത്യം നമുക്കറിയാവുന്ന കാര്യമാണ്. ഓർ അന്ത് തക് രഹേഗ, അന്തിമം വരയ്ക്കും ഇവരിലൂടെ ആര് തന്നെ ചെയ്യുക, ബ്രഹ്മബാബ. तो ये परमात्मा कार्य വ്യക്തി കാ കാര്യം, ഇത് ബ്രഹ്മബാബയുടെ കാര്യമോ അല്ല നമ്മളിൽ ആരുടെയെങ്കിലും ഒരാളുടെ കാര്യമല്ല, ഇത് പരമാത്മാവിൻ്റെ കാര്യമാണ്, പരമാത്മാവിൻ്റെ കാര്യമാണ്, അല്ലാണ്ട് ഒരു വ്യക്തിയുടെ കാര്യമല്ല എന്ന് പറയണ ബാബ. ये पहचान ब्रह्मा बाप के साकार पार्ट परिवर्तन होने के बाद समझते हैं. പക്ഷേ ഈ ഒരു സത്യം അവർ എപ്പോഴെത്ര മനസ്സിലാക്കുള്ളൂ, എപ്പോഴാണോ ബ്രഹ്മബാബ അവ്യക്തമാകുന്നത്. ബ്രഹ്മബാബയുടെ സാകാര പാർട്ട് അവസാനിച്ച് ബ്രഹ്മബാബ അവ്യക്ത സേവനം ചെയ്യാൻ ആരംഭിക്കുമല്ലോ. അവ്യക്ത സേവനം പറഞ്ഞാൽ സകാശ് കൊടുക്കുന്ന സേവനം ദേശവിദേശത്തിൽ ബ്രഹ്മബാബ ചെയ്യാനായിട്ട് ആരംഭിക്കുമ്പോഴത്രേ എല്ലാവർക്കും ഇവരുടെ ഭഗവാൻ ജ്യോതിസ്വരൂപനായ നിരാകാരനായ പരമാത്മാവാണെന്ന് അറിയുള്ളൂ. तो कि इनों को कोई शक्ति चला रही, ഇവരേതോ ഒരു ശക്തിയാണ് മുന്നോട്ട് കൊണ്ടുപോകണത്. കാരണം ബ്രഹ്മബാബ ഉണ്ടായിരുന്ന സമയത്തേക്കാളും ഇപ്പോൾ നമ്മുടെ വിദ്യാലയത്തിൻ്റെ അഭിവൃദ്ധിയല്ലേ ഉണ്ടായിട്ടുള്ളൂ. സാധാരണ ഒരു പ്രസ്ഥാനത്തിലെ അവരുടെ ഗുരു പോയി കഴിഞ്ഞാൽ ആ പ്രസ്ഥാനം ക്ഷയിച്ചുകൊണ്ടാണ് വരിക. പക്ഷെ നമ്മുടെ അവിടെ ആദ്യം ബ്രഹ്മബാബ അല്ലേ, അമ്മയായിരുന്നു ആദ്യം, പിന്നെ ബ്രഹ്മബാബ പോയി, പിന്നെ പ്രകാശ്മണി ദാദി പോയി, ജാനകി ദാദി പോയി. പക്ഷെ ഇവരൊക്കെ പോയാലും നമ്മുടെ അംഗസംഖ്യ വർദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് മനസ്സിലാവും അത്രേ ഏതോ ഒരു ശക്തിയാണ് ഇവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അഭി ബി ബിച്ചാരെ പരമാത്മാക്കോ നഹി ജാനത്തെ, പക്ഷെ പാവങ്ങൾ അവർക്കിപ്പോഴും പരമാത്മാവ് ആരാണെന്ന് അറിയില്ല. ലേക്കിൻ കൊയ് ശക്തി കാര്യകരാരഹി, ഇത്രേ അവർക്കറിയുള്ളൂ, ഏതോ ഒരു ശക്തി ഇവരിലൂടെ പ്രവർത്തിക്കുന്നുണ്ട്. വോ കോൺ സി ശക്തി ഹി,
അല്ലാതെ ഏത് ശക്തിയാണ് അതറിയില്ല. ഉസ്കോ ഭി ദേഖ് രഹേ സോച്ച് രഹേ और आखिर तो समझाना ही है. വാസ്തവത്തിൽ അതിനെക്കുറിച്ചാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അവസാനം അവർക്ക് മനസ്സിലാക്കിയേ തീരുള്ളൂ, അല്ലേ? ഭഗവാൻ ആരാന്നുള്ളത് എല്ലാവരും അവസാനം മനസ്സിലാക്കും, ഇതാരുടെ കാര്യമാണെന്നുള്ളത്. ബ്രഹ്മ ബാപ് കാ യാ പരമാത്മാ കാ ബ്രഹ്മദ്വാര കിസ്കാ കാര്യ ഹെ. ആരുടെ കാര്യമാണ്? ബ്രഹ്മാബാബയുടെ കാര്യമാണോ അതോ പരമാത്മാവിൻ്റെ കാര്യമാണോ? പരമാത്മാവ് ബ്രഹ്മാവിലൂടെ ചെയ്യിക്കുകയാണോ? ആരുടെ കാര്യമാണെന്നുള്ളത് അവർ പിന്നീട് മനസ്സിലാക്കിക്കോളും. तो जो बच्चे साकार के बाद में आए हैं वो सोचते कि ब्रह्मा बाबा ने अपना साकार पार्ट इतना जल्दी क्यों पूरा किया. ഇനി ബാബ അടുത്തത് പറയുന്നത് നോക്കൂ. ബ്രഹ്മാബാബയുടെ അവ്യക്ത പാർട്ട് ആരംഭിച്ചല്ലോ, അതായത് ബ്രഹ്മബാബ ശരീരം ഉപേക്ഷിച്ചില്ലേ, അവ്യക്തമായല്ലോ. അപ്പോൾ അവ്യക്തമായതിന് ശേഷം ഏതെല്ലാം കുട്ടികളാണോ ബാബയുടെ യജ്ഞത്തിലേക്ക് വന്നത്, ആ കുട്ടികളുടെ ചിന്ത എന്താത്രേ, എന്തിനാ ബ്രഹ്മബാബ ഇത്ര പെട്ടെന്ന് പാർട്ട് പൂർത്തിയാക്കിയത്? എന്തിനാ ബ്രഹ്മബാബ ഇത്ര പെട്ടെന്ന് പാർട്ട് പൂർത്തിയാക്കി പോയത്? ഞങ്ങൾക്കും കാണാമായിരുന്നല്ലോ ബ്രഹ്മബാബെ. ഹം തോ മിൽത്തേന സോച്തേ ഹോന. അങ്ങനെ ചിന്തിക്കാറില്ലേ? ഞങ്ങൾക്കും ഒന്ന് കണ്ടിട്ട് ബാബ പോയാൽ മതിയായിരുന്നു. ചിലപ്പോൾ ബാബ 1969 ശരീരം ഉപേക്ഷിച്ചല്ലോ, അതിനുശേഷം 70 വന്നവരുണ്ട്, 71 വന്നവർ, ഇപ്പോൾ വിദേശീയരൊക്കെ 70 ശേഷം വന്നവരാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? അല്ലെ, ബ്രഹ്മബാബ ഒന്ന് കണ്ടാൽ മതിയായിരുന്നു, കണ്ടിട്ട് ബാബ പിന്നെ കുറച്ച് കൂടി കഴിഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നു. ലേക്കിൻ കൽപ്പ് പെഹലെ കാ ഭി ഗായൻ ഹേ കൗരവ് സേന കെ നിമിത്ത ബനെ ഹുയെ മഹാവീർ കാ കല്യാൺ കിസ് ദ്വാര ഹുവ. അല്ലെ, നമുക്ക് കൽപ്പം മുൻപത്തെ ഓർമ്മചിഹ്നത്തെ പോലെ മഹാഭാരതത്തിൽ നമ്മൾ കേട്ടിട്ടില്ലേ, കൗരവരിലെ മഹാവീരന്മാർ, ദുര്യോധനൻ, ദുശാസനൻ, അങ്ങനെയുള്ള കൗരവ പടയിലുള്ള മഹാവീരന്മാർ, അവരെയൊക്കെ, പിന്നെ മാത്രമല്ല ഭീഷ്മ പിതാമഹനൊക്കെ കൗരവ പടയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെയുള്ള കൗരവ പടയിൽ നിമിത്തമായിട്ടുള്ള മഹാവീരന്മാരുടെ മംഗളം ആരിലൂടെയാണ് ഉണ്ടായിരുന്നത്? നമ്മൾ ഭക്തിയിൽ എന്താ കേട്ടിരിക്കുന്നത്? ശക്തി ദ്വാരാഹുവ, അല്ലേ, ശിവശക്തികളിലൂടെയാണ് ഉണ്ടായിരുന്നത്. ഭീഷ്മ പിതാമഹനെ ആണെങ്കിലും അല്ലേ, അമ്പെയ്തത് ഒരു കന്യകയാണെന്ന് നമ്മൾ കേട്ടിരിക്കുന്നത്. ശിഖണ്ഡിനി എന്ന് പറയുന്ന ഒരു കന്യക എന്ന് നമ്മൾ കേട്ടിരിക്കുന്നത്. അപ്പോൾ ശിവശക്തികളിലൂടെയാണ് കൗരവ പടയിലുള്ള മഹാവീരന്മാരുടെയും മംഗളം സംഭവിച്ചിരിക്കുന്നത്. तो शक्तियों का पार्ट ड्रामा में साकार रूप में नोंदा हुआ. ശിവശക്തികളുടെ പാർട്ട് ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. ശിവശക്തികളുടെ പാർട്ട് ഡ്രാമയിൽ ഫിക്സഡ് ആണ്. और सब मानते भी है कि मातृशक्ति के बिना इस विश्व का कल्याण होना असंभव है. പലരും അംഗീകരിക്കുന്നുമുണ്ട്, പറയാ ബാബ, മാതൃശക്തി കൂടാതെ വിശ്വമംഗളകാര്യം അസംഭവ്യമാണ്. മാതൃശക്തി കൂടാതെ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടല്ലേ വന്ദേ മാതരം എന്ന് പറഞ്ഞ് ഭാരതമാതാവിനെയാണ് അവർ വന്ദിക്കുന്നത്. പക്ഷെ നമുക്കറിയാം ഭാരതം മാതാവ് എന്ന് പറഞ്ഞാൽ ഭാരതം എന്ന് പറയുന്ന ഒരു ഭൂമിയാണല്ലോ. ഭൂമി ഒരിക്കലും മാതാവില്ലേ, അല്ലേ? ബാബയുടെ അമ്മമാർ, ബാബയുടെ മക്കളായ ശിവശക്തികളായിട്ടുള്ള മാതാക്കൾ, ഇവരുടെ മഹിമയാണ് നമുക്കിപ്പോൾ മനസ്സിലായി. ഇവരിലൂടെ മാത്രമേ വിശ്വമംഗളം സംഭവിക്കുള്ളൂ. തോ ബ്രഹ്മബാബ ഫരിഷ്ത ക്യോം ബന. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ബ്രഹ്മബാബ ഫരിസ്തയായതെന്ന്? ബ്രഹ്മബാബ തൻ്റെ അവ്യക്ത പാർട്ട് തിരഞ്ഞെടുത്തത് എന്തിനാണെന്ന് മനസ്സിലായില്ലേ? എന്തിനാ മനസ്സിലായത്? അല്ല, എന്തിനാ തിരഞ്ഞെടുത്തത്? സാകാർ പാർട്ട് പരിവർത്തൻ ക്യോ ഹുവ. സാകാര പാർട്ടിൽ നിന്നും അവ്യക്ത പാർട്ടിലേക്ക് എന്തുകൊണ്ട് പരിവർത്തനപ്പെട്ടു? അഗർ ബ്രഹ്മബാബ ഫരിഷ്താരൂപ് നഹി ധാരൺ കർത്ത तो आप इतने आत्मा यहाँ पहुँच नहीं आती. ബ്രഹ്മബാബ അവ്യക്ത ഫരിസ്ത ശരീരം ധാരണ ചെയ്തില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഇത്രയും ആത്മാക്കൾ ഇവിടെ എത്തിച്ചേരില്ലായിരുന്നു. നോക്കൂ, നമ്മളെല്ലാം ബാബയുടെ അവ്യക്ത സന്താനങ്ങളാണ്, അവ്യക്ത ബാബയുടെ സന്താനങ്ങളാണ് നമ്മൾ. അവ്യക്ത ബാബ്ദാദ മുകളിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ദൃഷ്ടി നൽകി, നമുക്ക് സകാശം നൽകി, നമ്മളെ ആഹ്വാനിച്ചാൽ നമ്മളൊക്കെ ബാബയുടെ അടുത്തേക്ക് എത്തിച്ചേർന്നിരിക്കണം. മനസ്സിലല്ലേ? നമ്മളാരും ബാബയെ നേരിട്ട് കണ്ടിട്ടല്ലല്ലോ വന്നിരിക്കണം. പക്ഷെ പലർക്കും ബാബയുടെ സാക്ഷാത്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാബ തൻ്റെ സാകാര ശരീരം ത്യാഗം ചെയ്ത് അവ്യക്ത ശരീരം എടുക്കാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലായില്ലേ? നമ്മൾ കുട്ടികളെ ബാബയുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കാൻ. ഇനി എത്തിക്കുന്നത് എന്തിനാണ്? നമ്മളിലൂടെ വിശ്വമംഗളം നടത്താൻ. क्योंकि वायुमंडल की भ्रांतियाँ इस विश्व क्रांति के कार्य को हल्का कर रही थी. എന്തുകൊണ്ടെന്നാൽ ഇന്നത്തെ ലോകത്തിലുള്ള വായുമണ്ഡലം,
ഈ വായുമണ്ഡലം, മോശമായിട്ടുള്ള ടെൻഷൻ്റെയും ദുഃഖത്തിൻ്റെയും അശാന്തിയുടെയും വായുമണ്ഡലം കാരണം വിശ്വമംഗളത്തിൻ്റെ ഇത്രയും വലിയ റെവല്യൂഷൻ, വിപ്ലവം നടക്കുന്നുണ്ടല്ലോ, ആ വിപ്ലവത്തിനെ ഒന്നും അല്ലാതാക്കി മാറ്റുകയാണ്. കാരണം പ്രശ്നങ്ങളാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിശ്വമംഗളത്തിൻ്റെ ഈ ഒരു റെവല്യൂഷൻ നല്ല രീതിയിൽ നടക്കണമെങ്കിൽ അതിന് നമ്മളെപ്പോലെ കുറേ പേര് ആവശ്യമാണ്. तो ब्रह्मा बाप का फरिश्ता बनना आप ज़्यादा से ज़्यादा बच्चों के भाग्य खुलने का कारण रहा. അതുകൊണ്ട് ബാബ വേറൊരു രഹസ്യം കൂടി നമ്മളോട് തുറന്നു പറയാണ്. ബ്രഹ്മ ബാബ ഫരിസ്തയായിട്ട് മാറാനുള്ള മെയിൻ കാരണമേ എന്താണത്രേ? നമ്മൾ ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഭാഗ്യം തുറക്കാൻ നിമിത്തമായി തീരുകയാണ് അല്ലേ? ബ്രഹ്മ ബാബ അവ്യക്തമായതിനു ശേഷമാണ് നമ്മൾ ഇത്രയും മക്കളുടെ ഭാഗ്യം തുറന്നത്, നമ്മളുടെ ഭാഗ്യരേഖ വർദ്ധിച്ചത്. അപ്പോൾ നമ്മളുടെ ഭാഗ്യം തുറക്കാനുള്ള മെയിൻ കാരണം ബ്രഹ്മബാബയുടെ അവ്യക്ത ഫരിസ്ത ശരീരത്തിലുള്ള സകാശിൻ്റെ സേവനാണ്. तो अभी फरिश्ते रूप में जो सेवा की फास्ट गति है वे देख रहे हो ना. അല്ല, ബ്രഹ്മബാബ അവ്യക്തമായതിനു ശേഷം ബാബ ചെയ്യുന്ന സേവനത്തിൻ്റെ ഫാസ്റ്റ് ഗതി, തീവ്രഗതി നിങ്ങൾ കാണുന്നില്ലേ? ബാബ അവ്യക്തമായതിനു ശേഷമാണ് നമ്മുടെ വിദേശീയരൊക്കെ ഇത്രയും കൂടുതൽ മക്കളുണ്ടായിരിക്കുന്നത്, വിദേശത്തൊക്കെ ഇത്രയും സെൻറ്റേഴ്സ് തുറന്നത് അതിനുശേഷം. ഫാസ്റ്റ് ഗതിയിലായോ അതോ കുറഞ്ഞ ഗതിയിലായോ? എന്താ നിങ്ങൾ മറ്റേ മനസ്സിലാക്കുന്നത് ചോദിക്കുക. ബാബ ഫാസ്റ്റ് ഗതിയിലല്ലേ നടക്കണേ. तो फास्ट गതി हुई तभी आप यहाँ पहुँचे हो. ഇപ്പം നിങ്ങൾ ഇത്രയും പേര് ഇവിടേക്ക് എത്തിച്ചേരുന്നു, അർത്ഥം ബ്രഹ്മബാബ ഉണ്ടായിരുന്ന സമയത്തുള്ള കുട്ടികളെക്കാളും എത്ര 10 മടങ്ങ് ഇരട്ടി വർദ്ധിച്ചിട്ടുണ്ട്. ഇതെല്ലാം ബാബയുടെ അവ്യക്ത സേവനത്തിൻ്റെ റിസൾട്ടാണ്. നഹീത്തോ സോയേ ഹുയേ ധേ അച്ഛി തരസ്. ഇല്ലെങ്കിൽ നിങ്ങൾ കാണാമായിരുന്നു, ഇപ്പോഴും അജ്ഞതയാകുന്ന നിദ്രയിൽ കടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടാവും നമ്മൾ. तो आज का दिवस ऐसे नहीं है जैसे लोग मनाते हैं चला गया. അല്ലെ, സാധാരണ ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ എല്ലാ വർഷവും ശ്രാദ്ധ കൂട്ടും അല്ലേ, അവരുടെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ. അപ്പോഴൊക്കെ ഇവരുടെയൊക്കെ മനസ്സിൽ ദുഃഖത്തിൻ്റെ സങ്കല്പമാണ്, അയ്യോ അവർ പോയില്ലേ എന്നുള്ള സങ്കല്പമാണ്. പക്ഷെ നമ്മുടെ ഉള്ളിൽ എന്താണ്? ഉമങ്കും അല്ലെ, ഉണർവും ഉത്സാഹവും. ഉമങ് ഉത്സാഹ് ആത്താക്കി ഫോളോ ഫാദർ. നമ്മളുടെ ഉള്ളിൽ എന്ത് ഉണർവ് ഉത്സാഹമാണ് ഉണ്ടാവേണ്ടത്? എനിക്കും ബാബയെ അനുകരിക്കണം, ബാബയെ പോലെയായി തീരണം, അച്ഛനെ അനുകരിക്കണം എന്നുള്ള ഉണർവ് ഉത്സാഹമായിരിക്കണം നമ്മളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ടത്. तो हम भी ऐसे स्मृति स्वरूप नष्टो मोहा बने ये प्रैक्टिकल पाठ पढ़ने का दिवस है. നമുക്ക് ഇന്നത്തെ ദിവസം ബ്രഹ്മബാബയ്ക്ക് സമാനം അല്ലെങ്കിൽ ബ്രഹ്മബാബയെ പോലെ നഷ്ടോ മോഹ സ്മൃതി സ്വരൂപത്തിൻ്റെ പാഠം പ്രാക്ടിക്കലി ജീവിതത്തിൽ പകർത്താനുള്ള സമയമാണ്. तो आज आप किसी के भी दिल से दुख के आंसू निकले. അതോ ബാബ ചോദിക്കുകയാണ്, ബാബ്ദാദ നമ്മളോട് ചോദിക്കുകയാണ്, ലോകത്തിലുള്ള മനുഷ്യരുടേതുപോലെ നിങ്ങളുടെയും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ദുഃഖത്തിൻ്റെ കണ്ണീരൊഴുകി, അയ്യോ എന്നാലും ബാബ പോയില്ലേ ഞങ്ങളെ വിട്ടിട്ട്, അങ്ങനെ വല്ല ചിന്തയും വന്നോ നിങ്ങൾക്ക്? നിക്കലേ യാ അന്തർ ഥോടായ, പൂർണ്ണമായിട്ടും ദുഃഖത്തിൻ്റെ സ്മൃതി ഇല്ലാതായോ, അത് ഉള്ളിൻ്റെ ഉള്ളിൽ കുറച്ച് ബാബ വിട്ടുപോയല്ലോ എന്നുള്ള സ്മൃതി ഉണ്ടോ? ജിസ്കോ ദുഃഖ് കി തോടി ബി ലഹറായി വോ ഹാത്ത് ഉഠാവോ. ആർക്കാണോ ബ്രഹ്മബാബ പോയല്ലോ എന്ന ദുഃഖത്തിൻ്റെ അലകൾ ഉണ്ടാകുന്നത്, അത് കുറച്ചെങ്കിലും, ചിലപ്പോൾ കണ്ണുകൊണ്ടൊക്കെ നമ്മൾ കണ്ണീര് വടിയൊന്നും ഒഴുക്കിയിട്ടുണ്ടാവില്ല, പക്ഷെ മനസ്സുകൊണ്ടെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ബാബ കൈ ഉയർത്താൻ പറയാം. ദുഃഖ് ഹുവാ നഹി ഹുവാ, ദുഃഖം ഉണ്ടായോ? അത് ദുഃഖം ഉണ്ടായില്ലേ? എന്താ ചോദിക്കുക ബാബ? आज के दिन तो ब्रह्मा बाप को सेवा का साथी बनने का दिन है. ബ്രഹ്മബാബയുടെ സേവനത്തിൻ്റെ സാഥികളാണ് നമ്മൾ, സേവനത്തിൻ്റെ സഹയോഗികളാണ് നമ്മൾ. അപ്പോൾ ബ്രഹ്മബാബ തൻ്റെ വിശ്വമംഗള കാര്യത്തിന് കുട്ടികളുടെ കൂടി കൈ പിടിച്ചിട്ടുള്ള ദിവസമാണ് ഇന്നത്തെ ദിവസം. तो आप सब साथी हो व साक्षी हो. താങ്കൾ ആരാണ്? വിശ്വമംഗള കാര്യത്തിൽ ബ്രഹ്മബാബയോടൊപ്പം പോർക്കളത്തിലേക്ക് ഇറങ്ങുന്നവരാണോ? ബാബയുടെ സഹയോഗികളായിട്ട് കൂടെ ഇറങ്ങുന്നവരാണോ? അതോ സാക്ഷിയായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നവരാണോ? സേവാമേ സാഥി ഓർ മായാക്കെ പരിധിസ്ഥിതിയോ സെ സാക്ഷി. സേവനത്തിൽ ബാബയോടൊപ്പം നമ്മൾ സഹയോഗികളായിട്ടിരിക്കണം, പക്ഷെ മായ വരുന്ന സമയത്ത് മായയുടെ സാധ്യാവരുത്. പകരം എന്ത് ചെയ്യണം? മായയുടെ പല പരിതസ്ഥിതികൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പരിതസ്ഥിതികളെ സാക്ഷിയായിട്ട് വീക്ഷിക്കണം. माया को तो वेलकम किया है ना कि घबराते हो, हाय क्या हो गया. നമ്മൾ എന്താ ചെയ്യണമെന്നറിയോ? ബാബ ഇനി അടുത്തത് നമ്മൾ ചെയ്യണത് പറയുക. നമ്മൾ എന്താണ് ചെയ്യണം?
നമ്മൾ മായയെ വെൽക്കം ചെയ്യണം. എങ്ങനെ നമ്മൾ മായയെ വെൽക്കം ചെയ്യും? അയ്യോ എന്ത് സംഭവിക്കുമോ എന്താവോ എന്ന് പരിഭ്രമിക്കുക നമ്മൾ. അപ്പോൾ പരിഭ്രമിക്കുമ്പോൾ മായ വിചാരിക്കും അറ്റാക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. കാരണം മായ എപ്പോഴും സോഫ്റ്റ് ആയിട്ടുള്ള അവിടെ നമ്മൾ അറ്റാക്ക് ചെയ്യുള്ളൂ. എവിടെ നമ്മുടെ ദുർബലത കാണുന്നു അവിടെ മായ അറ്റാക്ക് ചെയ്യുള്ളൂ, ആക്രമിക്കുള്ളൂ. കുറച്ചെങ്കിലും പരിഭ്രമിക്കുന്നുണ്ടോ? മായയ്ക്ക് ഹൽക്കെ ഹൽക്കെ രൂപം കോ തോ ആപ് ഭി ജാൻ ഗയേ ഹോ. മായയുടെ എല്ലാ രൂപങ്ങളെക്കുറിച്ച് നിങ്ങൾക്കും അറിഞ്ഞു കഴിഞ്ഞില്ലേ? നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞില്ലേ മായയുടെ എല്ലാ രൂപങ്ങളെക്കുറിച്ചും? और माया भी सोचती है कि ये जान गए हैं, लेकिन जब कोई भी विकराल रूप की माया आवे तो सदा साक्षी होकर खेल करो. മായയ്ക്കും ഇപ്പോൾ കുറച്ചൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്, ഇവരുടെ അടുത്തൊന്നും അധികം കളി നടക്കില്ല. പക്ഷേ ബാബ പറയണ മായ ചിലപ്പോൾ ഇനിയും വികരാള രൂപത്തിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോഴും നിങ്ങളെ കളി എന്ത് ചെയ്യണം? സാക്ഷിയായിട്ട് കാണണം. മായയ്ക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് നമ്മളധികം പെട്ടെന്ന് പേടിക്കില്ല എന്ന്. അതിനാൽ മായ വീണ്ടും വികരാള രൂപത്തിൽ വരും. പക്ഷെ വന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം? സാക്ഷിയായിട്ട് കളി കാണണം. जैसे वो कुश्ती का खेल होता है ना, यहाँ बच्चे करके दिखाते हैं तो समझते हैं कि कुश्ती का खेल खेल रहे, अच्छी तरह से मारो. അപ്പോൾ ബാബ പറഞ്ഞ ഓരോ തരത്തിലുള്ള കളികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? നമ്മൾ ചിലരെ അടിച്ചിട്ട് ഇങ്ങനെ ഓടിപ്പോവുക. അപ്പോൾ ബാബ പറയണ അങ്ങനെ നമ്മൾ കളിക്കുന്ന സമയത്ത് അപ്പോൾ ഒരാൾ നമ്മളെ തല്ലിയെന്ന് വിചാരിക്കാം. അപ്പോൾ ആ തല്ലുന്ന സമയത്ത് നമുക്ക് അവരോട് ദേഷ്യമല്ലല്ലോ വരിക. എന്താണ്? നമ്മളത് കളിയാണെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകും. അപ്പോൾ അതേപോലെ നമ്മളെന്ത് ചെയ്യണം? മായയുടെ കളിയെ കളിയായിട്ട് കാണണം. ഒരിക്കലും പരിഭ്രമിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. സാക്ഷി ഹോക്കർ ഖേൽ കർണേമേ മജ ആത്താ ഹൈ. സാക്ഷിയായിട്ട് മാറി കളിക്കുന്നതിലൂടെ ആനന്ദം അനുഭവിക്കാൻ സാധിക്കും. മായ ആ ഗയി തോ ഗബ്രാ ജാത്തേ ഹൈ. എപ്പോഴാണ് നമ്മൾ പരിഭ്രമിക്കുന്നത്? അയ്യോ മായ വന്നല്ലോ ഞാൻ എന്താ ചെയ്യുക എന്ന് പരിഭ്രമിക്കുമ്പോഴാണ് മായയ്ക്കും വരാനായിട്ട് തോന്നുന്നത്. കുച്ച് ബി താക്കത്ത് അഭി മായാമേ നഹി ഹെ. ബാബ എപ്പോഴും പറയില്ലേ മായ പേപ്പർ ടൈഗറാണ്, കടലാസ് പുലിയാണ്, നമ്മളെ പേടിപ്പിക്കുകയുള്ളൂ, വാസ്തവത്തിൽ ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ മായ ഒന്നുമല്ല, അല്ല ഉള്ളു പൊള്ളയാണ് മായയുടെ. പക്ഷെ വെറുതെ നിങ്ങളെ ഓരോ രൂപം കാണിച്ച് പേടിപ്പിക്കുകയാണ്. കുച്ച് ബി താക്കത്ത് നഹി സിർഫ് ബാഹർ കാ ഷേർ കാ രൂപ്. പുറമേ ഒരു പുലിയുടെയോ സിംഹത്തിൻ്റെ രൂപം നമുക്ക് കാണിച്ചു തരും നമ്മൾ പേടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരു പൂച്ചയുടെ അത്ര പോലും ശക്തി മായയ്ക്കില്ല പറയുക ബാബ. പൂച്ച എങ്ങനെ നമുക്കറിയാമല്ലോ. പൂച്ചയുടെ അത്ര പോലും ശക്തി മായയ്ക്കില്ല. കേവലം താങ്കൾ കുട്ടികളെ പരിഭ്രമിപ്പിക്കുന്നതിന് വേണ്ടി വലിയ രൂപമെടുത്ത് നിങ്ങളുടെ മുന്നിൽ വരിക. വലിയ രൂപമെടുത്ത് നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾ അയ്യോ എന്നും പറഞ്ഞ് പേടിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് വരണത്. ഫിർ സോച്ച്തേ ഹോ പത്താ നഹി അബ് ക്യാ ഹോഗ. അല്ലേ? വലിയ രൂപം കാണുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുക? അയ്യോ ഇനി എന്താ സംഭവിക്കാവോ, അങ്ങനെയൊക്കെ നടന്നില്ലേ എന്ന് നമ്മളുടെ ഉള്ളിൽ ചിന്ത വരുത്തിക്കാൻ വേണ്ടിയിട്ടാണ് മായ അങ്ങനെ ചെയ്യുന്നത്. तो यह कभी नहीं कहो क्या करूँ, कैसे होगा, क्या होगा. അല്ലേ? ഒരിക്കലും നമ്മൾ ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ ഉപയോഗിക്കരുത്. എന്താ ചെയ്യുക, എന്ത് സംഭവിക്കുമോ, എങ്ങനെ ആയിത്തീരുമോ, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വരിക അർത്ഥം മായയുടെ പരിഭ്രമത്തിൽ നമ്മളും പെട്ടു. लेकिन बाप दादा ने पहले भी यह पाठ पढ़ाया कि जो हो रहा है वो अच्छा है और जो होने वाला है वो और अच्छा है. ബാപ് ദാദ ആദ്യം മുതൽക്കേ നമുക്ക് പഠിപ്പിച്ചു തന്ന പാഠമാണ് എന്താണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതാണ്. സംഭവിച്ചതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇപ്പം സംഭവിക്കാൻ പോകുന്നതാണെങ്കിലും അതും അതിലേറെ നല്ലതിനാണ്. ചാഹേ ബാത്ത് ऐसे होती है जो कभी आपके स्वप्न में भी नहीं होती. നിങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ മുന്നിൽ വരിക. और कई बातें ऐसे होती है जो अज्ञान काल में भी नहीं होगी. അജ്ഞാന കാലത്തിൽ പോലും നിങ്ങൾക്കുണ്ടാവാത്ത ഓരോ കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവുക. ലേക്കിൻ അതൊക്കെ ജ്ഞാനത്തിലേക്ക് വന്നതിന് ശേഷം സംഭവിച്ചു. ചിലർ പറയില്ലേ, പണ്ടൊന്നും ലൗകികത്തിലൊന്നും എനിക്ക് സ്വഭാവമേ ഉണ്ടായിരുന്നില്ല, ലൗകികത്തിലൊന്നും എനിക്കിങ്ങനെയുള്ള പരിതസ്ഥിതിയെ നേരിടേണ്ടി വന്നില്ല. പക്ഷെ അതൊക്കെ ജ്ഞാനത്തിലേക്ക് വന്നതിന് ശേഷം നേരിടേണ്ടി വന്നിട്ടുണ്ടാവും. अज्ञान काल में कभी बिजनेस नीचे ऊपर नहीं हुआ होगा और ज्ञान में आने के बाद हो गया. അല്ല ചിലർ പറയൂ ഇത്രേ. ബാബ പറയണ ചിലർ പറയും, അജ്ഞാന കാലത്തിലൊന്നും എൻ്റെ ബിസിനസ്സിന് ഇത്രയും ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല, ഇത്രയും കീഴ്മേൽ മറിച്ചിലുണ്ടായിട്ടില്ല. പക്ഷെ ജ്ഞാനത്തിലേക്ക് വന്നതിന് ശേഷം ബിസിനസ് ആകെ അവതാളത്തിലായി പറയും.
ഘബ്രാ ജാത്തെ ഹെ. വാസ്തവത്തിൽ ഇതൊക്കെ മായയുടെ കളിയാണ്. ഒന്നങ്ങോട്ട് നമ്മളെ ഇളക്കി നോക്കുകയാണ് ഇവർ പേടിക്കുണ്ടോ ഇല്ലയെന്ന്. പക്ഷെ കുട്ടികൾ ചില സമയത്ത് ദുർബലരാണെങ്കിൽ ഇളകി പോവുകയാണ്. ഹായ് ജ്ഞാൻ ചോട്തേ. എന്താ പറയുക കുട്ടികൾ? ഓ, ജ്ഞാനത്തിലേക്ക് വരണ്ടേയിരുന്നില്ല, ഞാൻ ഉപേക്ഷിച്ചാലോ, ബാബയുടെ കൈ ഉപേക്ഷിച്ചാലോ, അല്ലേ, ബാബയുടെ കൈ ഉപേക്ഷിക്കട്ടെ എന്നുള്ള ചിന്തയാണ് പല കുട്ടികൾക്കും വരുന്നത്. അജ്ഞാനത്തിലൊന്നും ബിസിനസ്സിന് ഇത്രയും നഷ്ടം ഉണ്ടായിരുന്നില്ലല്ലോ, ഇവിടെ വന്നതിന് ശേഷമല്ലേ ഇപ്പോൾ ഇതൊക്കെ ഉണ്ടായത് എന്ന് പറഞ്ഞിട്ട് പലരും ബാബയുടെ കൈ ഉപേക്ഷിക്കാനടക്കം മുതിരുകയാണ്. ലേക്കിൻ കോയി ബി പരിസ്ഥിതി, പക്ഷേ ബാബ എന്താ പറയണം നമ്മളോട്? കുട്ടികളെ, ഏതൊരു പരിതസ്ഥിതി വന്നാലും ഉസ് പരിസ്ഥിതിക്കോ അപ്നാ തോടെ സമയക്കേലി ശിക്ഷക് സമझो. ആ പരിതസ്ഥിതിയെ തൻ്റെ ഒരു ടീച്ചറാണ്, അധ്യാപകനാണെന്ന് മനസ്സിലാക്കൂ. നമ്മളുടെ ഉള്ളിൽ ഏതോ ഒരു പാഠം പക്കയാക്കിക്കാൻ വേണ്ടിയിട്ടാണ് ആ പരിതസ്ഥിതി വന്നിരിക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ആന്തർലീനമായിട്ടുള്ള ശക്തികളെ ഉണർത്താൻ വേണ്ടിയിട്ടാണ് പരിതസ്ഥിതി വന്നിരിക്കുന്നത്. അല്ലാണ്ട് ഒരിക്കലും നമ്മളെ തോൽപ്പിക്കാനാണെന്ന് നമ്മൾ വിചാരിക്കരുത്. കുട്ടികൾ പരീക്ഷ എഴുതുമ്പോൾ എന്തായാലും ഇപ്പം ഞാൻ തോറ്റുപോകും എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ ജയിക്കില്ലല്ലോ. അപ്പം അതേപോലെ പരീക്ഷണങ്ങൾ വരുന്ന സമയത്ത് ഇത് എന്നെ സമർത്ഥനാക്കാൻ വേണ്ടിയിട്ടാണ്, എൻ്റെ ഉള്ളിലിരിക്കുന്ന ശക്തികളെ ഉണർത്താൻ വേണ്ടിയിട്ടാണ്, എൻ്റെ ഒരു ടീച്ചറാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ ശിക്ഷണം പരിതസ്ഥിതിയിൽ നിന്നും സ്വീകരിക്കൂ. ശിക്ഷ ക്യാ കർത്താ ഹേ, ശിക്ഷ ദേത്തേ ഹേ ന. ഒരു ടീച്ചർ എന്താ ചെയ്യുക? ടീച്ചറുടെ ജോലി എന്താണ്? പഠിപ്പ് നൽകുക. तो परिदस्थिति आपको विशेष 2 शक्तियों की अनुभवी बनाते हैं. ഇനി ബാബ അത് എന്താണ് ടെസ്റ്റ് പേപ്പർ എന്നുള്ളതും പറഞ്ഞിരുന്നുണ്ട്. ഒരു പരിതസ്ഥിതി വരുന്നത് താങ്കളെ 2 ശക്തികളുടെ അനുഭവിയാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. അതിലൊന്ന് വന്നിട്ട് സഹനശക്തി, വേറിടാനുള്ള ശക്തി, നഷ്ടവും മോഹമായിട്ട് മാറാനുള്ള ശക്തി. രണ്ടാമത് നേരിടാനുള്ള ശക്തി. ഒന്ന് സഹനശക്തി, രണ്ടാമത് നേരിടാനുള്ള ശക്തി. ആ സഹനശക്തിയിലാണ് വേറിട്ടിരിക്കാനും നഷ്ടവും മോഹമായിട്ട് മാറാനും ഉള്ളത് പറഞ്ഞത്. രണ്ടാമത് നേരിടാനുള്ള ശക്തി. ഈ 2 ശക്തികളുടെയും പാഠമാണ് പഠിപ്പിക്കുന്നത്. जैसे आगे के लिए आप सीख लो कि परिस्थिति ये 2 पाठ पढ़ाने आए. അതുകൊണ്ട് ഏത് പരിതസ്ഥിതി വന്നാലും നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, ഈ 2 പാഠങ്ങൾ പഠിപ്പിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. तो ये 2 पाठ पढ़ाने आई है. और जो कहते रहते कि हम तो ट्रस्टी है, मेरा कुछ नहीं, ठगी से तो नहीं कहते, दिल से कहते हो. ഇനി ബാബ അടുത്തത് ചോദിക്കുകയാണ്. ചില കുട്ടികൾ ബാബയോട് പറയും, ഇത്രേ ബാബ, എനിക്ക് എൻ്റേതായിട്ടൊന്നും തന്നെ ഇല്ല, ഒക്കെ അങ്ങയുടേതാണ്, ഞാനൊരു ട്രസ്റ്റി മാത്രമാണെന്ന് പറയും. പക്ഷെ പറയുന്നുണ്ട്, ഉള്ളുകൊണ്ട് അങ്ങനെ തന്നെയാണോ? അതോ നിങ്ങൾ വെറുതെ വായ കൊണ്ട് പറഞ്ഞിട്ട് നിങ്ങൾ ഉള്ളുകൊണ്ട് എന്നെ ചതിക്കുകയാണോ ചെയ്യുന്നത്? ഹൃദയം കൊണ്ടാണോ നിങ്ങൾ പറയുന്നത് എല്ലാം ബാബയുടേതാണെന്നുള്ളത്? അല്ലേ? ബാബ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു അളവുകോലും നമുക്ക് തന്നിട്ടുണ്ട് അളക്കാനായിട്ട്. അതായത് നമ്മളെല്ലാം ബാബയുടേതാണ്, എല്ലാം ബാബയുടേതാണെന്ന് പറയുന്നുണ്ടല്ലോ, പക്ഷെ ഏതെങ്കിലും ഒന്ന് എൻ്റേതാണെന്നുള്ളത് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ വാസ്തവത്തിൽ ആര് നിങ്ങളോട് എന്തെങ്കിലും നിങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ ഫീലിംഗ് ഉണ്ടായി അർത്ഥം, അഭിമാനം അല്ലെങ്കിൽ അപമാനം ഉണ്ടായി അർത്ഥം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനോട് എൻ്റേതാണെന്നുള്ള മനോഭാവമുണ്ട്. എൻ്റേതാണെന്നുള്ള മനോഭാവം ഇല്ലെങ്കിൽ ഒരിക്കലും അഭിമാനമോ ഫീൽ ചെയ്യില്ല. അവരെന്താ എന്നെ ഇങ്ങനെ പറയാൻ കാരണം, എന്നാലും അവരെന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ പാടുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കണ അർത്ഥം എന്താണ്? എൻ്റേതെന്നുള്ള ഭാവം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ വായ കൊണ്ടല്ലല്ലോ പറയണത്, ഹൃദയം കൊണ്ട് തന്നെ നിങ്ങൾ പറയുന്നുണ്ടോ? ട്രസ്റ്റി ഹോത്തോ ഥോടാ ഗൃഹസ്ഥി ഹോ. ട്രസ്റ്റിയാണോ, പക്കാ ട്രസ്റ്റിയാണോ, അതോ കുറച്ചെങ്കിലും ഗൃഹസ്ഥി എന്നുള്ള ഭാവമുണ്ടോ? ഗൃഹസ്ഥി എന്നുള്ള ഭാവനയുള്ളവർക്കാണ് ഇത്രയും എൻ്റെ നിൻ്റെ എന്നുള്ള ഫീലിംഗ് ഉണ്ടാവുക. കഭി ഗൃഹസ്ഥി ബൻ ജാത്തെ, കഭി ട്രസ്റ്റി ബൻ ജാത്തെ. ഇടയ്ക്ക് ഗൃഹസ്ഥിയാകുന്ന കുട്ടികൾ ഇടയ്ക്ക് ട്രസ്റ്റി ആകുന്നു. ബാബ നോക്കിയ സമയത്ത് അതാ കണ്ടത്. അപ്പോൾ ബാബ പറയാ, വാസ്തവത്തിൽ ഈ ഒരു കാര്യം ഓരോരുത്തരും അവരുടെ അടുത്ത് അവരവരുടെ ഉള്ളിൽ അടിവരയിട്ട് ചോദിക്കൂ, ഗൃഹസ്ഥിയാണോ ട്രസ്റ്റിയാണോ? എല്ലാവരും അവരവരിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ, ഗൃഹസ്ഥിയാണോ ട്രസ്റ്റിയാണോ? അതിന് ബാബ ഒരു ഇപ്പം നേരത്തെ പറഞ്ഞില്ല അളവുകോല് നമുക്ക് അളക്കാനായിട്ട്. ഘബ്രാത്തേത്തോ നഹി ഹോന, പരിഭ്രമിക്കുന്നുണ്ടെങ്കിൽ ഗൃഹസ്ഥിയാണ്. तो माया समझ जाती है कि घबरा गया है, मारो अच्छी तरह से. അഥവാ നമ്മൾ പരിഭ്രമിക്കുന്നുണ്ടെങ്കിൽ മായ മനസ്സിലാക്കും, ഇവരുണ്ടല്ലോ തീരെ ശക്തിയില്ല,
ഇവരെ നന്നായിട്ടൊരു അടി കൊടുക്കണം എന്ന് പറഞ്ഞ് നമുക്ക് നല്ല കൊട്ടുതരും മായ. അതുകൊണ്ട് ലേശം പോലും പരിഭ്രമിക്കരുത്. അപ്പം നേരത്തെ പറഞ്ഞില്ലേ ബാബ മായ ഒന്നുമല്ല. ട്രസ്റ്റി ഹേ അർത്ഥാത് പെഹ്ലെ സേ ഹി സബ് കുച്ച് ഛൂട്ട് ഗയ. ട്രസ്റ്റി ആണെങ്കിൽ അവർക്കൊന്നിനോടും ഒരു മോഹം ഉണ്ടാവില്ല. അവരാദ്യമേ എല്ലാം വിട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് അവരെ പ്രതി ആരെന്തെങ്കിലും പറഞ്ഞാലും, അവരുടെ സാധനങ്ങളെ പ്രതി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും, സ്ഥാനമാനം, പേര്, പ്രശസ്തിയുടെ കുറിച്ച് എന്തെങ്കിലും മറ്റുള്ളവർ അരുതാത്തത് കാണിച്ചാലും പറഞ്ഞാലും അവർക്കൊന്നും ഫീൽ ചെയ്യില്ല. കാരണം അവർ ട്രസ്റ്റ് ചെയ്യാം. ട്രസ്റ്റി മാനാ സബ് ബാബ്കെ ഹവാലെ കർത്തിയ. ട്രസ്റ്റിയുടെ വേറൊരു അർത്ഥം ബാബ പറയാണ്, സർവസ്വവും ബാബയിൽ സമർപ്പണമാക്കിയവർ. മേരാ ക്യാ ഹോഗ, ആരും എന്തോ ചെയ്തോട്ടെ, എനിക്കെന്ത് നഷ്ടപ്പെടാനാണ്, എനിക്ക് ഭഗവാനെ കിട്ടിക്കഴിഞ്ഞു. ബസ് ആരാണോ എന്താ ചെയ്യുക, എങ്ങനെ ചെയ്യുക, നോക്കാം അല്ലേ, അവരെന്നാലും ഇങ്ങനെ പറഞ്ഞില്ലേ, അങ്ങനെയുള്ള ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നത് അവർക്കാണ് പ്രശ്നങ്ങൾ വരിക. സബ് അച്ഛാ ഹേ ഓർ അച്ഛാ ഹോന ഹി ഹേ നിശ്ചിന്ത ഹേ. നമ്മളുടെ ഉള്ളിൽ എങ്ങനെ ഒരു അവസ്ഥയായിരിക്കണം, എല്ലാം നല്ലതിനാണ്, നല്ലതേ സംഭവിക്കുള്ളൂ, അങ്ങനെ നിശ്ചിന്തമായിരിക്കണം. ഇതിനെയാണ് സമർത്ഥ സ്വരൂപം എന്ന് പറയുന്നത്. അങ്ങനെ ആരാണോ നിശ്ചിന്ത ചക്രവർത്തികളായിട്ടുള്ള കുട്ടികൾ, അങ്ങനെയുള്ള കുട്ടികൾക്ക് സമർത്ഥത, ശക്തി സ്വതവേ വന്നോളും. എന്താണോ ഏതാണോ എന്ന് പറഞ്ഞ് പരിഭ്രമിക്കുന്നവർക്ക് ഒരിക്കലും ശക്തി ഉണ്ടാവില്ല. സിർഫ് ബാബ ബഹുത് യാദായേ ഗീത് ഗാനെ കാ നഹീ. കേവലം ബാബ ബാബ എന്ന് പറഞ്ഞ് പാട്ട് പാടിയിട്ട് മാത്രം കാര്യമില്ല. तो ब्रह्मा बाप का फरिश्ता रूप होना ड्रामा में परमात्मा कार्य को प्रत्यक्ष करने का निमित्त कारण बना. അപ്പോൾ അതുകൊണ്ട് ബാബ പറഞ്ഞു വരുന്നത് ബ്രഹ്മ ബാബ അവ്യക്തമായതും ഡ്രാമ അനുസരിച്ച് മംഗളത്തിനാണ്. എന്താണ് മംഗളം? ബാബയുടെ ഫരിസ്താ സ്വരൂപത്തിലൂടെ കുട്ടികളെ ധാരാളം ബാബ ഉണ്ടാക്കി. ബ്രഹ്മ ബാബ ഹേ യാ നഹി, ദിഖായി തോ ദേത്താ നഹി അല്ലേ. ബ്രഹ്മ ബാബ കാണാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല, പക്ഷെ ബാബ അവ്യക്ത രൂപത്തിൽ നമ്മുടെ കൂടെയുണ്ട്. ബാബ അന്ന് ജനുവരി 18 ബാബ ദേഹം ത്യാഗം ചെയ്തതിന് ശേഷം പല കുട്ടികളും ഈ ഒരു ഇത് ബാബയോട് ഒരുപാട് വിഷമിച്ച് പറഞ്ഞു, ബാബ എന്തിനാ പോയേ? അപ്പോൾ ബാബ ജസ്റ്റ് ഇതല്ലേ പറഞ്ഞു, ഞാൻ റൂം ചേഞ്ച് ചെയ്തു അല്ലേ, സാകാര ലോകത്തിൽ നിന്നും അവ്യക്തവദനത്തിലേക്ക് പോയി. അല്ലാണ്ട് ബാബ ഒരിക്കലും കുട്ടികളെ വിട്ടിട്ട് പോയിട്ടില്ല. ആ ഒരു ദൃഢസങ്കല്പം നമ്മളുടെ ഉള്ളിൽ ഉറച്ചുണ്ടായിരിക്കണം. देखो आप जो पीछे आए हो वो बहुत लकी है. താങ്കൾ അവസാനം വന്നവർ വളരെ ഭാഗ്യശാലികളാണ്. എന്തുകൊണ്ടാണ് ബാബ ഭാഗ്യശാലികൾ എന്ന് പറയുന്നത്? അബി സേവാക്കെ ബനെ ബനായ സാധനോക്കെ സമയപ്പറായ അല്ല. ഇത്രയും കാലം 60 ഇപ്പം നമ്മുടെ യജ്ഞം ആരംഭിച്ചിട്ട് 84 വർഷങ്ങളായല്ലോ. അപ്പോൾ ഇത്രയും വർഷങ്ങൾ പണ്ടുള്ളവർ ഒരുപാട് പ്രയത്നിച്ച് റെഡിമെയ്ഡായിട്ടുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ച് ആ സാധനങ്ങൾ നമുക്ക് ഉപയോഗിച്ചാൽ മാത്രമേ, നമുക്ക് ഉണ്ടാക്കേണ്ട പ്രയത്നമില്ല. ഉണ്ടാക്കിയത് ഇതിന് മുൻപുള്ളവർ ഇത്രയും വർഷങ്ങൾ ഇവർ പ്രയത്നിച്ച് വെണ്ണ കടഞ്ഞെടുത്തു. നിങ്ങൾ വെണ്ണ കഴിക്കുന്നവരാണ്. तो आज हिस्ट्री सुनी होगी ना, तो इतनी मेहनत आप करते हो तो भाग जाते. ബാബ പറയണ ജനുവരി 18 എന്നുള്ള ഒരു ദിവസത്തിൽ ഒരുപാട് ബാബയുടെ ആദ്യ കാലഘട്ടത്തിലെ അനുഭവങ്ങൾ, ചരിത്രങ്ങൾ പലരും കേൾപ്പിച്ചിട്ടുണ്ടാവും, നമ്മുടെ മുതിർന്ന സഹോദരി സഹോദരന്മാർ, ദീദി ദാദിമാരൊക്കെ. അപ്പോൾ അത് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ ഇവരെത്ര ത്യാഗം ചെയ്തതെന്ന്. നമ്മൾ ഓരോ ദിവസം ആദിദേവൻ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണില്ലേ, അല്ലെങ്കിൽ അനുഭവഗാഥകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണില്ലേ ഇവരെത്രയാ ത്യാഗം ചെയ്തതെന്ന്. ആ ത്യാഗമൊക്കെ നിങ്ങളിപ്പോൾ ചെയ്താൽ നിങ്ങൾ ഇവിടുന്ന് ഓടിപ്പോയിട്ടുണ്ടാവും പറയാണ് ബാബ. അത്രയും ത്യാഗം അവർ ചെയ്തിട്ടുണ്ട്. और वर्तमान समय सेवा का वायुमंडल बना हुआ है. വർത്തമാന സമയത്ത് സേവനത്തിൻ്റെ വായുമണ്ഡലം റെഡിമെയ്ഡാണ്, നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പ്രയത്നിക്കേണ്ട. अभी चाहे प्रेसिडेंट, चाहे प्राइम मिनिस्टर, चाहे कोई भी नेता है, മെജോറിറ്റി ये तो मानते हैं कि कार्य अच्छा है. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും ബ്രഹ്മകുമാരീസിൻ്റെ കാര്യം നല്ലതാണെന്ന് അംഗീകരിക്കുന്നുണ്ട്. तो हम कर सकते हैं या नहीं वो बात अलग है. ഹരേക്ക പാർട്ട് അപ്പന അപ്പന ഹെ. അവർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ, കാരണം അവരവരുടെ പാർട്ട് അനുസരിച്ചിട്ടുള്ള സേവനം അവർ ചെയ്യുള്ളൂ. പക്ഷേ ബ്രഹ്മകുമാരീസിൻ്റെ കാര്യം നല്ലതാണെന്ന് എല്ലാവരും ഇപ്പോൾ പറയുന്നുണ്ട്. तो लेकिन अच्छा कार्य है और ये कार्य और आगे बढ़ना चाहिए. ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് വരണം എന്നവരെല്ലാവരും പറയുന്നുണ്ട്. पहले क्या कहते थे कि ब्रह्मकुमारियों की शक्ल भी नहीं देखना. പണ്ടൊക്കെ എല്ലാവരും എന്ത് പറയൂത്ര, ബ്രഹ്മകുമാരിമാരുടെ മുഖം പോലും ഞങ്ങൾക്ക് കാണണ്ട, അത്രയും വെറുപ്പായിരുന്നു നമ്മളെ പ്രതി. പക്ഷെ ഇപ്പോഴോ
ആദ്യമൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ക്ഷണിക്കാൻ പോയി കഴിഞ്ഞാൽ അവർ നമ്മൾ വരണമെന്ന് കാണുമ്പോൾ തന്നെ വാതിലടയ്ക്കും അത്രേ. ദൂരത്ത് നമ്മൾ ബ്രഹ്മകുമാരീസാണ് വള്ളിയിട്ട് വരണമെന്ന് കാണുമ്പോൾ തന്നെ അവർ വാതിൽ കൊട്ടി അടയ്ക്കും അത്രേ. ആപ് തോ അച്ഛേ ടൈം പർ ആയേ ഹോ ന. അപ്പോൾ അങ്ങനെയുള്ള ഓരോ എന്താ പറയുക, അങ്ങനെയുള്ള ഒരു അപമാനങ്ങളൊന്നും ഇപ്പോൾ നമുക്ക് സഹിക്കേണ്ടി വന്നിട്ടില്ലല്ലോ. അപ്പം നിങ്ങൾ നല്ല സമയത്ത് തന്നെ വന്നിരിക്കണം. ഇങ്ങനെയുള്ള ഒരു മോശമായിട്ടുള്ള സാഹചര്യവും നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. സേവനത്തിൻ്റെ ചാൻസും നിങ്ങൾക്ക് ഒരുപാടുണ്ട്. എത്ര സേവ ചെയ്യാൻ സാധിക്കുന്നു അത്രയും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. अभी सभी समझते कि साकार ब्रह्मा के बाद भी ब्रह्मा कुमारियों ने सिल्वर जुबली भी मना ली, गोल्डन भी मना ली, अभी ഡയമണ്ട് തക് പहुंचे. ഇപ്പം എല്ലാവർക്കും മനസ്സിലായി, ബ്രഹ്മാബാബ, ഇവരുടെ ബ്രഹ്മാബാബ പോയി. ബ്രഹ്മാബാബയ്ക്ക് ശേഷം ഇവർ സിൽവർ ജൂബിലി ആഘോഷിച്ചു, ഗോൾഡൻ ജൂബിലി ആഘോഷിച്ചു. ഇനിയിപ്പോൾ ദാ ഡയമണ്ട് ജൂബിലി വരാനും പോകണം. തോ ക്യോങ്കി കോയി ബി ബഡാ ഗുരു ചല ജാത്ത തോ ഗഡ്ബഡ് ഹോ ജാത്തി. അല്ലെ, ഒരു പ്രസ്ഥാനത്തിലെ വലിയ നേതാവ്, വലിയ ഗുരു, ആ പ്രസ്ഥാനത്തിൽ ആരെയാണോ ഇവർ വലിയൊരു മഹത്തായിട്ടുള്ള ഒരു ഗുരുവായിട്ട് മാനിച്ചിരിക്കുന്നത്, അവർ പോയി കഴിഞ്ഞാൽ പ്രസ്ഥാനമേ പോയി. എല്ലാം ആകെ, കാരണം സ്ഥാനം മാനത്തിൻ്റെ ആ ഒരു പ്രശ്നം വരുമല്ലോ, ആര് സീറ്റിലിരിക്കണം എന്നുള്ളത്, നേതൃസ്ഥാനത്തിലിരിക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആകെ പ്രശ്നമായിട്ടുണ്ടാവുമെന്നാണ് പലരുടെയും വിചാരം. പക്ഷെ ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടാവണം? ഇവിടെ ഒന്നുകൂടി കാര്യം സ്മൂത്തായിട്ട് മുന്നോട്ട് പോവാണ്, ഒന്നുകൂടി അഭിവൃദ്ധിയാണ് ഉണ്ടായിരിക്കുന്നത്. തുസേസിദ്ധേക്ക് കാര്യ കരാനേ വാല. അപ്പം ഇതിലൂടെ അവർക്ക് എന്ത് മനസ്സിലാവുന്ന, നേരത്തെ ബാബ പറഞ്ഞത്, ഇവരുടെ കാര്യം ചെയ്യുന്നത് ആരാണ്? പരംപിത പരമാത്മ. മാധ്യമമായിട്ട് ബ്രഹ്മബാബ ഉണ്ടായിരുന്നു എന്ന് മാത്രം. അപ്പോൾ അത് കാരണം കൊണ്ട് ബ്രഹ്മബാബയും പിതാന്ന് പറയും. ബ്രഹ്മബാബ ആദി പിതാവാണ്. രചിതാ तो ब्रह्मा है, ये तो पार्ट बीच बीच में बच्चों की पालना करने के लिए निमित्त है. बाकी रचता ब्रह्मा है और रचना के कार्य में अभी भी अंत तक ब्रह्मा का ही पार्ट है. രചനയുടെ കാര്യത്തിൽ ആദിയും അന്തിമം വരയ്ക്കും ബ്രഹ്മബാബയുടെ പാർട്ടുണ്ട്. പാലന, സ്ഥാപന, പാലന, വിനാശം. അതായത് ബാബ നമ്മളെയും കൊണ്ടേ മുകളിലേക്ക് പോവുള്ളൂ. ബാബ ഒരിക്കലും പരന്താമത്തിൽ പോയിട്ട് ശിവബാബയുടെ കൂടി ഇരിക്കുന്നില്ല. ബാബ നമ്മളെയും പ്രതീക്ഷിച്ചുകൊണ്ട് സൂക്ഷ്മോദനത്തിലിരിക്കുക. അതുകൊണ്ട് യജ്ഞത്തിൻ്റെ ആരംഭത്തിലും ബാബയ്ക്ക് തന്നെ പാർട്ട്, യജ്ഞത്തിൽ കുട്ടികളെ പാലിക്കുന്നതിലും ബാബയ്ക്ക് തന്നെ പാർട്ട്, അന്തിമ സമയത്ത് കൂടെ കൊണ്ടുപോകുന്നതിലും ബാബയ്ക്ക് തന്നെയാണ് പാർട്ട്. तो आज सारे दिन में किसके पास माया आई. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ജനുവരി 18 വളരെ വിശേഷപ്പെട്ട ദിവസമാണ് അല്ലേ. ഇന്ന് ബാബ ചോദിക്കുന്ന, ആരുടെയെങ്കിലും അടുത്തേക്ക് മായ വന്നു, ആരുടെയെങ്കിലും ഓർമ്മ വന്നു, ഇവിടെ ഇരിക്കുന്നവരുടെ മക്കളുടെ പേരമക്കളുടെ ഓർമ്മ വന്നു, അതോ സദാ സമർത്ഥമായിട്ടാണോ നിങ്ങൾ ഇരുന്നത്? സമർത്ഥമായിട്ട്. അറിക്കാർത്ഥം എന്താണ്? സ്മൃതി സുസമർത്ഥ എന്നല്ലേ പറയാം. സ്മൃതിയിലൂടെ നമുക്ക് സമർത്ഥമായിട്ടിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സമർത്ഥമായി, അർത്ഥം ശക്തിശാലിയായി. ഓർമ്മയിലിരിക്കാനുള്ള സഹജ വിധി ബാബ 2 വാക്കുകൾ ബാബ നമുക്ക് ഓർമ്മിപ്പിച്ച് തരികയാണ്. 2 വാക്ക് ഓർമ്മിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ ചോദിക്കുക. സാരി മുരളി ഭൂൽ ജായ് ലേക്കിൻ 2 ശബ്ദ യാദ് രഖോ. ബാബ ഉച്ചരിച്ച മുഴുവൻ മുരളി നിങ്ങൾ മറന്നാലും കുഴപ്പമില്ല, പക്ഷേ ഈ 2 ശബ്ദം നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അത് നിങ്ങൾ പ്രാക്ടിക്കലി ചെയ്യണം. ആ 2 ശബ്ദം ഏതാണെന്നറിയൂ? ബാബ ഇപ്പോഴാണ് മുരളിയുടെ ഹെഡിങ്ങിലേക്ക് വരുന്നത്. ഏക് ഹേ ശുഭചിന്തൻ, ഏക് ഹേ ശുഭചിന്തക്. ശുഭചിന്തൻ എന്ന് പറഞ്ഞാൽ അവനവനെ പ്രതി. നെഗറ്റീവ് കോ പോസിറ്റീവ് കറോ. എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള വിഷയം കേട്ടുവെങ്കിൽ അതിലും മംഗളമുണ്ട്, അതിലും മംഗളം അടങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ വിചാരിക്കണം. ഇതിനെയാണ് നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കുക. അതിനാണ് ശുഭചിന്തൻ എന്ന് പറയാം. नेगेटिव पॉजिटिव हो सकता है और बदल सकता है. सिर्फ चेक करो कि कर्म करते भी ശുഭചിന്തൻ ചല. ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ശുഭചിന്തനമാണോ നടക്കുന്നത് എന്ന് മാത്രം നമ്മൾ പരിശോധിക്കുക. എന്ത് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ മനസ്സിലെ ചിന്തനങ്ങൾ ശുഭമാണ്. ആരെ പ്രതിയാണെങ്കിലും, അവനവനെ പ്രതിയാണെങ്കിലും, വസ്തുവ്യക്തികളെ പ്രതിയാണെങ്കിലും, പരിതസ്ഥിതിയാണെങ്കിലും, ശുഭമാണോ എൻ്റെ മനസ്സിൽ ചിന്തനം നടക്കുന്നത് അല്ലേ. അപ്പോൾ ബാബ കർമ്മം ചെയ്തുകൊണ്ടും ശുഭചിന്തനമായിരുന്നു. ഓർ ദൂസര സഭീക്കെ പ്രതി ശുഭചിന്തക്. മറ്റുള്ളവരെ പ്രതിയും ശുഭചിന്തകനാവണം. तो ശുഭചിന്തൻ ഓർ ശുഭചിന്തക് ദോനോ കാ സംബന്ധ ഹെ. ശുഭചിന്തനത്തിൻ്റെയും ശുഭചിന്തകൻ്റെയും രണ്ടിൻ്റെയും സംബന്ധമുണ്ട്. അഗർ ശുഭചിന്തൻ നഹി, അവനവനെ പ്രതി ശുഭം ചിന്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, പറ്റാത്തവരാണെങ്കിൽ ഒരിക്കലും അവർക്ക് ശുഭചിന്തകനായി മാറാനും സാധിക്കില്ല. അതുകൊണ്ട് ഈ 2 കാര്യങ്ങളിലും എല്ലാവരും അറ്റൻഷൻ വെക്കില്ലേ.
കുട്ടികൾക്ക് എന്താണ് ഹോംവർക്ക് എന്ന് മനസ്സിലായോ? ഒരു ദിവസം മുഴുവനും ഞാൻ എത്രത്തോളം ശുഭചിന്തനം ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരെ പ്രതി ശുഭചിന്തകരായി തീരുന്നുണ്ട്. ഇതൊരിക്കലും മറക്കരുത്. क्योंकि अभी देखा गया कि बहुत ऐसी आत्माएं हैं, लोग हैं जो आपके वाणी से नहीं समझते, लेकिन शुभ चिंतक बन शुभ वाइब्रेशन दो तो बदल जाते. ബാബ എന്തുകൊണ്ട് ഈ ശുഭചിന്തനത്തിന് മഹത്വം കൊടുക്കണമെന്നറിയോ? പലരും ഇപ്പോഴും വാക്കുകളിലൂടെ പറഞ്ഞാലും നന്നാവാത്തവരുണ്ട്. നിങ്ങൾ വാക്കുകളിലൂടെ എത്ര തന്നെ അവർക്ക് ഉപദേശം കൊടുത്താലും മനസ്സിലാക്കാത്തവരുണ്ട്. പക്ഷെ നിങ്ങൾ അവരെ പ്രതി ശുഭചിന്തനം വെക്കുകയാണെങ്കിൽ, നിങ്ങൾ അവരെ പ്രതി ശുഭ വൈബ്രേഷൻ നൽകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ പരിവർത്തനപ്പെടും. ഒരേക്ക് ബാത്തസെ മുക്ത് ബി ഹോന, ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങളെല്ലാവരും മുക്തമാവുകയും വേണം. ഈ ബ്രാഹ്മണ ജന്മത്തിൽ എല്ലാത്തിൽ നിന്നും മുക്തമാകാനല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. तो मुक्त होने की 9 बातें बता दी. अगर इन 9 बातों से मुक्त हो गए तो 9 रतन बन सकते हो. ബാബ ഇതിന് മുൻപത്തെ മുരളിയിൽ എപ്പോഴോ ഏതെല്ലാം കാര്യങ്ങളിൽ നിന്ന് മുക്തമാകണം എന്നുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇതിന് മുൻപത്തെ ഏതോ മുരളിയിൽ അത് 9 കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. അപ്പോൾ അതിൽ നിന്ന് മുക്തമായി കഴിഞ്ഞാൽ നിങ്ങൾ നവരത്നങ്ങളിൽ കണക്കാക്കപ്പെടും. तो आज बाप दादा एक बात की स्मृति दिला रहे, कभी भी कोई भी शारीरिक बीमारी हो, मन का तूफान हो, तन में हलचल हो, प्रवृत्ति में हलचल हो, सेवा में भी हलचल होती है, तो किसी भी प्रकार के हलचल में दिल शिकस्त नहीं होना. ബാബ ഒരു കാര്യത്തിലും കൂടി നമ്മുടെ അറ്റൻഷൻ വരുത്തിക്കുകയാണ്. കുട്ടികളെ, ഏത് തരത്തിലുള്ള പരിതസ്ഥിതി നിങ്ങളുടെ മുന്നിൽ വന്നോട്ടെ, ശാരീരിക അസ്വസ്ഥതകളായിക്കോട്ടെ, മനസ്സിൻ്റെ കൊടുങ്കാറ്റുകളായിക്കോട്ടെ, ശാരീരിക ചഞ്ചലതകളായിക്കോട്ടെ, പ്രവൃത്തിയിൽ അതായത് നമ്മുടെ കുടുംബജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നോട്ടെ, സേവനത്തിൽ പ്രശ്നങ്ങൾ വന്നോട്ടെ, പക്ഷേ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത്. ഹൃദയ നൈരാശ്യം വരുത്തരുത്, ഒരിക്കലും വരരുത്. വിശാല ഹൃദയമുള്ളവരായി മാറും. ബാബയുടെ ഹൃദയം നോക്കൂ, എത്ര വിശാലമാണ്. ചെറുതൊന്നും അല്ലല്ലോ ബാബയുടെ ഹൃദയം. तो बाप बड़े दिल वाले, അച്ഛൻ വിശാല മനസ്കൻ, കുട്ടികൾ ചെറിയ ഹൃദയമുള്ളവരാണെങ്കിൽ बीमार हो गई तो रोना शुरू कर देंगे, दर्द हो गया तो दिल शिकस्त होना दवाई है. എന്തെങ്കിലുമൊക്കെ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ കരയാൻ തുടങ്ങി, അയ്യോ എനിക്ക് അസുഖമാണ്, അവിടെ വേദന ഇവിടെ വേദന. അങ്ങനെ നിങ്ങൾ നിരാശപ്പെട്ട് കഴിഞ്ഞാൽ ബാബ ചോദിക്കുകയാണ്, ആ നിരാശപ്പെടുന്നത് ഒരു മരുന്നാണോ? അതാണോ മരുന്ന് വാസ്തവത്തിൽ? ബീമാരി ചലി ജായേഗി. നിങ്ങൾ അസുഖം വന്ന് പരിഭ്രമിച്ച് നിരാശപ്പെട്ട് ആകെ അസന്തുഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ അസുഖം നിങ്ങളെ വിട്ടു പോവുമോ? പോവില്ലല്ലോ. तो जब हिसाब किताब आ गया, दर्द आ गया, तो हिसाब किताब आ गया ना, लेकिन दिल शिकस्त से बीमारी को बढ़ा देते हैं. പക്ഷെ കുട്ടികൾ എന്താ ചെയ്യണമെന്നറിയോ? ശരി, അസുഖം വന്നു, അത് കർമ്മക്കണക്കാണെന്ന് നമുക്കറിയാം. പക്ഷെ കുട്ടികൾ ചില സമയത്ത് ഒന്നുകൂടി നിരാശരായി അസുഖത്തെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യണം. കർമ്മക്കണക്കാണ്, അസുഖം വന്നു എന്ന് നമുക്കുള്ള അറിവുണ്ട്, തിരിച്ചറിവുണ്ട്. പക്ഷെ ഒന്നുകൂടി നമ്മൾ നിരാശപ്പെട്ട് കഴിഞ്ഞാൽ അസുഖം ഒന്നുകൂടി വർദ്ധിക്കും. അപ്പം അതുകൊണ്ട് ബാബ പറയുക, കുട്ടികളെ ഹിമ്മത്തെ ബച്ചേ ബാബി മദദ്ഗാർ ബനേങ്കി. ധൈര്യശാലി കുട്ടികളെ ബാബ സഹായിക്കും. അല്ലാണ്ട് വെറുതെ കരയല്ല ചെയ്യേണ്ടത്. എന്താ ചെയ്യുക, എങ്ങനെയാ ചെയ്യുക, എന്താവൂ എങ്ങനെയാവൂ എന്ന് കരയരുത്. ഫിർ സോച്ചോ കി ബാബ കി തോ മദദ് ഹേ ഹി നഹി, അല്ലേ? പിന്നെ ചിന്തിക്കോ, അത്രയോ എന്താ കാര്യം, ഇത്രയും കാലമായിട്ട് ബാബയുടെ സേവനം ചെയ്തിട്ടും ബാബ എൻ്റെ ശരീരത്തെ ഒന്നും നോക്കണില്ല, ബാബയുടെ ഒരു സഹായവും എനിക്ക് കിട്ടണില്ല എന്നും പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കും. മദദ് ഉസ്കോ മിൽത്തി. പക്ഷെ ബാബയുടെ സഹായം ആർക്കേ കിട്ടുള്ളൂ? ആരാണോ ധൈര്യശാലി കുട്ടികൾ. ആ വാക്ക് നമ്മൾ ഒരിക്കലും മറക്കരുത്. ധൈര്യശാലി കുട്ടികൾക്ക് ബാബയുടെ സഹയോഗം കിട്ടുള്ളൂ. പെഹ്ലെ ബച്ചേ കി ഹിമ്മത്ത്. പക്ഷേ ആദ്യം ബാബ സഹായിക്കില്ല. ബാബ സഹായിക്കണമെങ്കിൽ നമ്മളുടെ ധൈര്യം, ആദ്യം കുട്ടികളുടെ ധൈര്യം, പിന്നീട് ബാബയുടെ സഹായം. ധൈര്യം കൈവിടിഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ തുടങ്ങിയ ബാബയുടെ സഹായം ഒരിക്കലും കിട്ടില്ല. എന്താവോ ഏതാവോ എന്ന് ധൈര്യം കൈവിടിഞ്ഞ് ചിന്തിക്കാൻ തുടങ്ങിയ, പരിഭ്രമത്തിലേക്ക് വന്ന ബാബയുടെ സഹായം കിട്ടില്ല. ബാബി ടൈം पर तो करता ही नहीं, तो आधे ऊपर याद नहीं करो बाब मददगार है लेकिन किसका. വെറുതെ ബാബ സഹായിക്കും എന്ന് മാത്രം നമ്മൾ ഓർമ്മിച്ചാൽ പോരാ. ആരെയാണ് ബാബ സഹായിക്കുക? നിങ്ങൾ പകുതി വിഴുങ്ങരുത് പറയാം ബാബ. പകുതി ശബ്ദം നിങ്ങൾ വിഴുങ്ങരുത്. ബാബ സഹായിക്കും, പക്ഷെ ബാബ സഹായിക്കണമെങ്കിൽ ആരെ സഹായിക്കും അതുകൂടി ഓർമ്മിക്കാൻ. ധൈര്യശാലി കുട്ടികളെ.
പക്ഷെ കുട്ടികൾ പകുതി മറക്കുകയാണ്. ബാബ സഹായിക്കുന്ന പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെന്താ ബാബ സഹായിക്കാത്ത? അപ്പോൾ ബാബ പറയണം. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. कि तो आधा भूल जाते और आधा याद करते, तो बाबा भी पता नहीं महारथियों को ही करता, हमको तो करते ही नहीं. മഹാരഥിമാരെ മാത്രമേ ബാബ സഹായിക്കുള്ളൂ, ഞങ്ങളെ മാത്രമേ സഹായിക്കില്ല അല്ലേ? അങ്ങനെ ഹൃദയ നിരാശ ഉള്ളവരായി മാറരുത്. മനസ്സിൽ എന്തെങ്കിലും പരാതിയോ പരിഭവമോ വരുന്നുണ്ട് എങ്കിൽ അങ്ങനെയുള്ള സമയത്ത് നിർണയശക്തി നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നിർണയശക്തി സ്വീകരിക്കണമെങ്കിൽ മനസ്സ് ബാബയുടെ അടുത്തേക്ക് വെക്കണം, മനസ്സ് ഈശ്വരനിൽ സമർപ്പണമാകണം. അഗർ അപ്നെ ഉൽജൻ മേ ഹോങ്കെ തോ ഹാന ഹാന ഇസി ഉൽജൻ മേ രഹ ജായെങ്കി. അല്ലേ? വേണോ വേണ്ടയോ, വേണോ വേണ്ടയോ, ഇതേ പരാതിയിൽ പെട്ടിട്ട് നിരാശപ്പെട്ട് കഴിഞ്ഞാൽ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചഞ്ചലപ്പെടും. അച്ഛാ, ബാബ പറയാ, ഒരിക്കലും ഹൃദയ നൈരാശ്യം ഉള്ളവരായി മാറരുത്. പക്ക നിശ്ചയം ഉണ്ടായിരിക്കണം. ബാബയുടെ വാക്കാണ് ഏത് പരിസ്ഥിതിയിലും 2 റൊട്ടിയെങ്കിലും ബാബ റൊട്ടിയും പരിപ്പെങ്കിലും നിങ്ങളെ കഴിപ്പിക്കുന്നുള്ളത്. ദോ സബ്ജി നഹി ഖിലായേഗ. അല്ല, ഒന്നുമില്ലാത്ത സമയത്ത് 2-3 സബ്ജിയൊന്നും ബാബ നമുക്ക് തരില്ല, 2-3 കറിയൊന്നും തരില്ല. റൊട്ടിയും ദാലും എന്തായാലും ബാബ തരും. നമ്മൾ ബേക്കറി പാർട്ടിലൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പം അതുകൊണ്ട് ബാബ പറയണ, ബാബയോടുള്ള നിശ്ചയം നിങ്ങൾ ഒരിക്കലും കൈവിടരുത്. അപ്പോൾ ബാബ പറഞ്ഞ പല കുട്ടികളും ഇങ്ങനെയുള്ള അലസതയിൽപ്പെട്ട് നിരാശ ഇതാക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളൊരു കാര്യം ഒരിക്കലും മറക്കരുത്, സത്യമായ ഹൃദയത്തിൽ ഭഗവാൻ പ്രീതിപ്പെടും. സത്യത ഉള്ളിലിത്രയും ആവശ്യമാണ്. അപ്പോൾ ബാബ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് ബാബ സ്വയത്തെ പരിശോധിക്കാൻ പറയും അല്ലേ? അപ്പോൾ സ്വയത്തെ പരിശോധിക്കൂ. ചില കുട്ടികൾക്ക് ആലസ്യവും അലസതയും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ബാബയുടെ സഹായം ഒരിക്കലും കിട്ടില്ല. जब आप लोग कहते हो कि आदि के बाद अंत होगा, आदि में जा रहा और जाना है, परिवार में खिटपिट न हो, यह नहीं होना है. അപ്പോൾ ബാബ പറഞ്ഞേ, നമ്മൾ ആരുടെ കൂടെയാണോ ജീവിക്കുന്നത്, ബാബ പറഞ്ഞ അവരുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷെ അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് വേറൊരു വിഷയമാണ്. പ്രശ്നങ്ങൾ സംഭവിക്കാതിരിക്കില്ല എന്ന് പറയാം അല്ലേ? ഏതൊന്നാണോ അതിയിലേക്ക് പോകുന്നത് അതിൻ്റെ അന്ത്യം തീർച്ചയായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും. താങ്കൾ ട്രസ്റ്റിയായി, സാക്ഷിയായി പരിതസ്ഥിതിയെ ബാബയുടെ ശക്തിയിലൂടെ നിങ്ങളതിനെ പരിഹരിക്കും. ഗൃഹസ്ഥിയായി ചിന്തിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. ട്രസ്റ്റിയായി വേറിട്ടിരുന്നുകൊണ്ട് ചിന്തിക്കും. അച്ഛാ, ഓം ശാന്തി. ബാബ ഇന്നത്തെ മുരളിയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. ഒരിക്കലും ഹൃദയ നൈരാശ്യമുള്ളവരായിട്ട് മാറരുതെന്ന് പറഞ്ഞു ബാബ. ഹൃദയ നൈരാശ്യമുള്ളവരെ മായ തീർച്ചയായിട്ടും തൻ്റെ അടിമയിലേക്ക് കൊണ്ടുവരും അല്ലേ? അപ്പോൾ ബാബ പല കാര്യങ്ങൾ പറഞ്ഞു തന്നുവെങ്കിലും അതിൽ എല്ലാമൊന്നും നമുക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല. പക്ഷെ ഇപ്പോൾ നമുക്ക് യോഗം ചെയ്യാനിരിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ സ്മൃതിയിലേക്ക് നമ്മൾ കൊണ്ടുവരാം. ബാബ എന്തൊക്കെ ആയിത്തീരാനാണ് ജനുവരി 18-ന് ബാബ എന്തൊക്കെ ചെയ്തു അല്ലേ? അതിന് സമാനമായിട്ട് നമുക്കും മാറണം. ബാബ ഇതുപോലെ കുട്ടികൾക്ക് വേണ്ടി തൻ്റെ സർവ്വതും വിൽ ചെയ്തു, ശക്തികൾ വിൽ ചെയ്തു അല്ലേ? കുട്ടികൾക്ക് വേണ്ടി സർവസ്വം സമർപ്പണം ചെയ്തു. അതുപോലെ അച്ഛനെ അനുകരിക്കൂ എന്ന് പറയാം. ഏറ്റവും കൂടുതലായിട്ട് ബാബ പറഞ്ഞ സമർത്ഥരായിട്ട് മാറണമെങ്കിൽ വ്യർത്ഥം പാടില്ല. എല്ലാവരെയും പ്രതിയും ശുഭചിന്തകരായിട്ട് മാറണം. ശുഭചിന്തനം ആദ്യം, അതിലൂടെ ശുഭചിന്തകരായിട്ട് മാറും. ശാരീരിക വ്യാധിയുള്ള സമയത്തും അല്ല, എന്തെങ്കിലുമൊക്കെ പരിതസ്ഥിതി വേറെ വന്നാലും എന്തോ ഏതോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കരുത്. കാരണം ബാബ മായയെക്കുറിച്ച് എന്താ പറയുന്നത്? വെറും പേപ്പർ ടൈഗറാണ്, ഒന്നുമല്ല, ഉള്ളു പൊള്ളയാണെന്നാണ് പറഞ്ഞ ബാബ. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് സർവശക്തനായിട്ടുള്ള ബാബയിൽ നിന്നും സർവശക്തികളും സ്വയത്തിൽ നിറയ്ക്കുന്ന ഒരു മെഡിറ്റേഷൻ ചെയ്യാം. അതായത് നമ്മളുടെ ഉള്ളിൽ നമുക്ക് ഏത് വിപരീത പരിതസ്ഥിതികൾ വന്നാലും നമ്മളുടെ ഉള്ളിൽ സ്ട്രോങ് ആയിരിക്കണം അല്ലേ? നമ്മളൊരിക്കലും ആ പരിസ്ഥിതികളെ എന്ത് ചെയ്യരുത്, പരിസ്ഥിതികളിൽ പെട്ട് നമ്മൾ പരിഭ്രമിക്കരുത്. അത് സംബന്ധത്തിൻ്റെ രൂപത്തിൽ, അറ്റാച്ച്മെൻറ്റിൻ്റെ രൂപത്തിലാണെങ്കിലും നമ്മളെ ബുദ്ധിമുട്ടിക്കരുത്. അല്പസമയം ബാബയുടെ ഓർമ്മയിലിരിക്കാം.
ഞാൻ സർവശക്തനായ ബാബയുടെ മാസ്റ്റർ സർവശക്തനായ കുട്ടിയാണ്. സർവശക്തനായ ബാബയിൽ നിന്നുമുള്ള ശക്തിയുടെ കിരണങ്ങൾ ഞാൻ എന്നിലേക്ക് നിറയ്ക്കുന്നു. ഞാൻ മാസ്റ്റർ സർവശക്തനായി ഈ വിശ്വത്തിലേക്ക് മുഴുവനായും വ്യാപിക്കുന്നു. വിശ്വത്തിലെ സർവാത്മാക്കളുടെയും ഭയം, ഭീതി സർവ്വതും ഈശ്വരീയ ശക്തിയുടെ കിരണങ്ങളാൽ ഇല്ലാതാകുകയാണ്. ബ്രഹ്മാബാബയ്ക്ക് സമാനം ഞാനും എൻ്റെ സർവശക്തികളും വിശ്വത്തിലെ ആത്മാക്കളുടെ മംഗളത്തിന് അർപ്പിക്കുകയാണ്. സർവാത്മാക്കളെ പ്രതിയും ശുഭചിന്തകരായി മാറുകയാണ്. ഈ സ്മൃതിയിലിരിക്കൂ, ഞാൻ ശുഭചിന്തകമണിയാണ്. എന്നിൽ നിന്നും ശുഭചിന്തനത്തിൻ്റെ വൈബ്രേഷൻ വിശ്വത്തിലേക്ക് ഒഴുകുകയാണ്. ഓം ശാന്തി.